ഈ സിനിമ എന്നത് മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളാണ്. അത് തീവ്ര ഹിന്ദുത്വവാദികളായ പിന്നോക്കാരുണ്ടല്ലോ, BJP എന്നൊക്കെ, അവരിൽ വരെയും ഇത് പ്രശ്നം ഉണ്ടായി തുടങ്ങി. കാരണം ഇവര് ഈ സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ട്, ഈ BJP CPM ഒക്കെ ഒന്നാണല്ലേ, CPM മാത്രം സാധ്യമാവുള്ളൂ. ഇത്രത്തോളം പറഞ്ഞാലും സൗഹൃദങ്ങൾ നിലനിൽക്കും. CPM ആണെങ്കിൽ നടക്കൂല. 1 കോടി രൂപ വേണം മലയാള സിനിമയിൽ. ഞാൻ കൃത്യമായ ആർട്ടിസ്റ്റുകളൊക്കെ ടെക്നീഷ്യന്മാർക്ക് ഏറ്റവും ചുരുങ്ങിയത് 1 കോടി. അതാണ് നമ്മൾ 6 ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്നത്. അതിൽ അഭിജിത്ത് കണ്ടാണല്ലോ സിനിമ. നമ്മുടെ സിനിമയിൽ എന്റർടൈൻമെന്റ് എലിമെന്റുകൾ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. നല്ല സിനിമയാണ്, വളരെ സന്തോഷമായിട്ട് നമുക്ക് അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റുന്നു. അച്ഛൻ എന്നെ SNDP ക്ഷണിക്കാറൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ ജാതി സംഘടനയില്ല, നമ്മൾ ജാതിയൊന്നുമില്ല, മനുഷ്യന്മാരാണെന്നൊക്കെ പറഞ്ഞ അച്ഛനെ. അപ്പൊ അച്ഛൻ പറയും അത് അങ്ങനെ ഇല്ലടായി നോക്കിക്കാറുണ്ട് അച്ഛനൊന്ന് പറയുമായിരുന്നു. പഠിക്കാത്ത പണക്കാരുടെ മക്കൾക്കുള്ള കോട്ടയായിരിക്കും എന്ന് ചോദിക്കുന്നത്. കാരണം അവര് ഇങ്ങനെ ചോദിക്കാൻ പറ്റൂല. കാരണം പഠിക്കാത്ത സവർണരായ അങ്ങനെ ചോദിക്കാറോടാ സംബന്ധിച്ചിടത്തോളം ജാതി ഒന്നുമില്ല. ഈ പഠിക്കാത്ത അവര് ഭയങ്കര നിഷ്കളങ്കരാണ്, അവരങ്ങനെ ആലോചിക്കുള്ളൂ. അതാരോ CHO ആരോ പറഞ്ഞു പറയാണ്, പൂണൂര് അകത്തിട്ട് കിടക്കുന്ന ആളാണ്, ഉള്ളിലല്ല അകത്തിട്ട് പുറത്തിട്ടല്ല ഉള്ളിലായിട്ട് കിടക്കുന്ന പറഞ്ഞിട്ട്. ഇവിടെ ഈഴവരും മുസ്ലിങ്ങൾ എന്ന് പറയുന്ന കേരളത്തിലെ പ്രബല വിഭാഗം ഐക്യപ്പെട്ടാൽ സവർണാധികാര കേന്ദ്രങ്ങൾക്ക് ഉണ്ടാകുന്ന ഭീഷണി കൃത്യമായിട്ട് അവർക്കറിയാം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശാന്ത് ഇഴവൻ. ഒരു ജാതി പിള്ളേരിഷ്ട എന്ന വളരെ രാഷ്ട്രീയമായിട്ടുള്ളൊരു സിനിമ സംവിധാനം ചെയ്തതിൻ്റെ പേരിൽ പ്രഥമ PK റോസി അവാർഡ് നേടിയിട്ടുള്ള പ്രശാന്ത് നമ്മോട് കൊടുങ്ങല്ലൂരുള്ള ശ്രീനാരായണ ദർശനവേദിയുടെ പ്രവർത്തകനാണ്. അതുപോലെ ഈ സിനിമയുടെ ഒരു രാഷ്ട്രീയവും കേരളത്തിൻ്റെ നിലവിലെ ഒരു രാഷ്ട്രീയ അന്തരീക്ഷത്തെക്കുറിച്ചൊക്കെ നമ്മോട് സംസാരിക്കുന്നു. കേരള ഇൻസൈറ്റിലേക്ക് സ്വാഗതം പ്രശാന്ത്. എങ്ങനെയാണ് പ്രശാന്ത് ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലേക്ക് വരുന്നത്? അങ്ങനെ ചോദിച്ചാൽ ഞാൻ വിദ്യാർത്ഥി കാലത്താണ് സത്യത്തിൽ ഒരു പൊതുപ്രവർത്തനത്തിൻ്റെ മേഖലയിലേക്ക് കടന്നു വരുന്നത്. അച്ഛനൊക്കെ CPI കുടുംബം എന്നൊക്കെ പറയുമല്ലോ, ചില പാർട്ടി കുടുംബം എന്നൊക്കെ പറയുന്നതല്ല. അച്ഛനൊക്കെ 1980-കളിലൊക്കെ തുടങ്ങി പാർട്ടി മെമ്പർഷിപ്പും CPIയുടെ പശ്ചാത്തലത്തിലൊരു കുടുംബ പശ്ചാത്തലത്തിലാണ്. സത്യത്തിൽ CPIയുടെ വിദ്യാർത്ഥി സംഘടനയൊന്നും എനിക്ക് പരിചയമൊന്നുമില്ലായിരുന്നു. എൻ്റെ ധാരണ SFI ആണെന്നാണ്. പല CPI കുടുംബങ്ങളിലും വിചാരിക്കുന്നത് അവരുടെ വിദ്യാർത്ഥി സംഘടന SFI ആണെന്നൊക്കെ ധാരണയിലായിരുന്നു. ഞാനങ്ങനെ SFI ആയിട്ട് സഹകരിച്ച് കുറച്ചാൾ പോയിരുന്നു. പിന്നീട് അച്ഛൻ സത്യത്തിൽ അച്ഛനൊരു കുടുംബ സംഗമത്തിന് കൊണ്ടുപോകും. എടാ നീ വാ, നിനക്ക് വേറെ അഭിപ്രായമൊക്കെ ഉണ്ടെങ്കിലും. അവിടെ കുറേ സുഹൃത്തുക്കളെ കിട്ടി, വേറെ ഓൾറെഡി ബന്ധമുണ്ടായിരുന്നു. അങ്ങനെ AIUF-ൻ്റെ ഭാഗമായി. പിന്നെ AIUF ആയിട്ടാണ് ഞാൻ AISF ആവുന്നത്. അപ്പം അച്ഛനെന്നെ CPIയിലേക്ക് കൊണ്ടുവരുന്നത് അർത്ഥത്തിൽ. അങ്ങനെ പിന്നീട് ഞാൻ KKT കോളേജിൽ അഡ്മിഷൻ കിട്ടുകയും അവിടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുകയും അവിടെ SFI ആയിട്ടൊക്കെ യൂണിയൻ ഇലക്ഷനൊക്കെ മത്സരിക്കാനുണ്ടായി. SFI ആയിട്ടുള്ള മത്സരത്തിൽ ഒരു തവണ UEC ആയിട്ട് ജയിക്കാൻ പറ്റി. അതിൻ്റെ ഭാഗമായിട്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ജോയിന്റ് സെക്രട്ടറി ആയി. അതിനെ തുടർന്ന് ISF-ൻ്റെ ജില്ലാ ഭാരവാഹിയായി. പിന്നെ ISF-ൻ്റെ ഭാഗമായിട്ട് ഒരുപാട് സമരങ്ങളിൽ പങ്കെടുക്കാൻ ഇപ്പോഴത്തെ കേരളത്തിലെ മന്ത്രിമാർക്ക് ഉൾപ്പെടുന്ന ആളുകളോടൊപ്പം ഒക്കെ സംഘടനാ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ, അവരൊക്കെ അടുത്തറിയാൻ, അടുത്ത് മനസ്സിലാക്കാൻ, അവരൊക്കെ ആയിട്ട് അത്യാവശ്യം ഇപ്പോഴും നല്ല മാനസിക ബന്ധവും സൗഹൃദവും ഒക്കെ ഉള്ള ആളാണ്. CPI എന്നൊക്കെ പരിപൂർണമായിട്ട് വിട്ട് എങ്കിൽ പോലും അങ്ങനെ രസകരമായ പോലീസ് മർദ്ദനങ്ങൾക്കും SFIയിൽ നിന്നുള്ള മർദ്ദനങ്ങൾക്കൊക്കെ അങ്ങനെയൊക്കെ അത്യാവശ്യം നല്ല രസകരമായ അനുഭവങ്ങൾ വിദ്യാർത്ഥി കാലത്തുണ്ടായി. അങ്ങനെയാണ് പൊതുപ്രവർത്തനത്തിലേക്ക് വരുന്നത്. പിന്നീട് അത് ഉപേക്ഷിക്കേണ്ട ഒരു സാഹചര്യം വന്ന് സിനിമ ഉയർത്തുന്ന രാഷ്ട്രീയം, സവർണ സംവരണമാണ് നമ്മുടെ സിനിമ ഒരു ജാതി പിള്ളേരിഷ്ട മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ നീതി സാധാരണക്കാരെ ആളുകൾ ബോധ്യപ്പെടുത്താനുള്ള ശ്രമമാണ് ആ സിനിമയിലൂടെ നമ്മൾ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ ആ വിഷയം മുൻനിർത്തി CPIയിൽ നിന്ന് പരിപൂർണമായിട്ട് ആദ്യം ഒരു ഘട്ടം എന്നുള്ള രീതി വിട്ട് അനുഭാവി എന്നുള്ള രീതി തുടരാമെന്ന് വെച്ചു, ഒരു പ്രതീക്ഷ ഉണ്ടെന്നുള്ള രീതിയിൽ. പിന്നെ അവരും കൃത്യമായി ഹിന്ദുത്വ പാർട്ടിയുടെ ഭാഗമാവേണ്ട ഗതികേടൊക്കെയാണ് തോന്നുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ഇതിൽ നിന്നും പരിപൂർണമായിട്ട് മാറി. അപ്പോൾ എനിക്ക് പ്രവർത്തിക്കാനുള്ള ഇടം എന്നുള്ളത് ശ്രീനാരായണ ദർശനവേദിയായിരുന്നു. ഗുരുവിന്റെ ദർശനങ്ങൾ മുൻനിർത്തി ഈ ശ്രീനാരായണ ദർശനവേദി ശരിക്കും വലിയ പ്രാധാന്യമുള്ള ഒരു ഇതാണ്. ഒരുപാട് വർഷമായിട്ടല്ലേ, ഒരു 4 നൂറ്റാണ്ടായിട്ട് കൊടുങ്ങല്ലൂര്. അതും രസമാണ്. അച്ഛനൊക്കെ പണ്ട് CPIയിൽ കൊണ്ടുവന്ന പോലെ അച്ഛൻ എന്നെ SNDP ക്ഷണിക്കാറൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ജാതി സംഘടനയില്ല, നമ്മൾ ജാതിയൊന്നുമില്ല, മനുഷ്യന്മാരാണെന്നൊക്കെ പറഞ്ഞ അച്ഛനെ. അപ്പം അച്ഛൻ പറയും അത് അങ്ങനെ ഇല്ലടായിരുന്നു നോക്കിക്കാറുണ്ടെന്ന് അച്ഛനൊന്ന് പറയുമായിരുന്നു എന്നോട്. അതൊരു രാഷ്ട്രീയ സമുദായത്തിന് മുന്നോട്ട് പോക്കും നീ പഠിക്കേണ്ടതുണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയേ ഇതൊക്കെ ജാതി സംഘടന എന്ന് പറയും. പക്ഷെ അന്നത്തെ SNDPയുടെ പ്രവർത്തനങ്ങൾ നന്നായിരുന്നു കേട്ടോ. പിന്നെ അച്ഛനൊക്കെ SNDPയോട് തെറ്റി. അച്ഛനും ഉണ്ടായിരുന്നു എന്നുള്ളതിൻ്റെ രസം. ശ്രീനാരായണ ദർശനവേദിയിൽ 25 വർഷം മുമ്പ് അവിടെ അജിതൻ ചേട്ടൻ, മോഹനേട്ടൻ, ദിനേശ് ചേട്ടൻ ഒക്കെ ഉൾപ്പെടുന്ന ആളുകൾ ചേർന്ന്
യഥാർത്ഥ ശ്രീനാരായണ ദർശനങ്ങളിൽ ഊന്നിയല്ല SNDP പലപ്പോഴും മുന്നോട്ട് പോകുന്നതെന്ന് തിരിച്ചറിഞ്ഞ് അതിൽ പ്രതികരിക്കാൻ പലപ്പോഴും വേണ്ടിയിട്ട് കൊടുങ്ങല്ലൂർ ഉൾപ്പെടെ ഒരു വേദി വേണമെന്നുള്ള അർത്ഥത്തിലാണ് ശ്രീനാരായണ ദർശന വേദി രൂപീകരിച്ചത്. ഞാൻ ശ്രീനാരായണ ദർശന വേദിയുടെ ഭാഗമായിട്ട് ഈ പറഞ്ഞൊരു 4-5 വർഷമായിട്ടുള്ളൂ. അതിനുശേഷം പക്ഷേ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് നമ്മൾ ഈ ആക്ടിവിസത്തിൻ്റെ ഒരു ഭ്രാന്ത് ഉണ്ടല്ലോ, പല കാര്യങ്ങളും പ്രതികരിക്കാതിരിക്കുമ്പോഴൊക്കെയുള്ള ഒരു ഫ്രസ്ട്രേഷൻ, സവർണ സംവരണം ഉൾപ്പെടെ നമുക്ക് ഉണ്ടാക്കുന്ന ഒരു അനീതി, ജനതയോട്, ഇവിടുത്തെ പിന്നോക്ക ജനതയോട്, ഈഴവരോട്, ദളിതരോട്, മുസ്ലിങ്ങളോട്, പിന്നോക്കക്കാരോട് കാണിക്കുന്ന അനീതികളെ ചോദ്യം ചെയ്യാൻ പറ്റാതിരിക്കുന്ന സമയത്ത് ശ്രീനാരായണ ദർശനത്തിലൂടെ ആ ഫ്രസ്ട്രേഷനെങ്കിലും മറികടക്കാൻ ഒരുപാട് പരിപാടികൾ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ അതായത് ഒരു കാലത്ത് അച്ഛൻ വിളിച്ചതിലേക്ക് തന്നെ വീണ്ടും ഇപ്പോൾ അത് എത്തിച്ചേർന്നു എന്നൊക്കെ പറയൂലേ, അച്ഛനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടല്ല. അങ്ങനെ എനിക്ക് ഇപ്പൊ ഉള്ള ഒരു ഏറ്റവും വലിയ ആ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്ന ഒരു സിനിമയാണല്ലോ ശരിക്കും ഈ ഒരു ജാതി പിള്ളേർ ഇഷ്ടം. ആ സിനിമ ഉണ്ടായി വരുന്ന ഒരു സാഹചര്യം, അതിന്റെ പിന്നെ പൈസ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരു ജനകീയ ഫണ്ടിങ് അതിന്റെ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതിന്റെ സ്വിച്ച് ഓൺ എല്ലാ കാര്യത്തിലും ശിവഗിരി അല്ലെ, അങ്ങനെ ഒരുപാട് ഒക്കെ ഒന്ന് വിശദീകരിച്ചാൽ നന്നായിട്ട് കാര്യങ്ങൾ. അതായത് ഈ സവർണ സംവരണം നടപ്പിലായതിനു ശേഷമാണ് ഞാനീ പറഞ്ഞല്ല, എനിക്ക് വളരെ വൈകാരിക അടുപ്പമുള്ള ഒരു ഇടമാണ് CPI. കൊടുങ്ങല്ലൂർത്ത CPI ഓഫീസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എൻ്റെ വീട് പോലെയാണ്. ഞാൻ വീട്ടിൽ തല്ലി പിടിച്ചാലൊക്കെ പാർട്ടി ഓഫീസിലാണ് പോയി കിടക്കൊക്കെ ചെയ്യാം 10-20 ദിവസം. അപ്പോൾ സവർണ സംവരണം വന്നതിന് ശേഷം ഞാൻ ഭയങ്കര ഫ്രസ്ട്രേഷനിലായിപ്പോയി മാനസികമായിട്ട്. നമ്മൾ വഞ്ചിക്കുകയാണ് എന്നുള്ള കാപട്യം തിരിച്ചറിയുമ്പോൾ അവരെ പ്രശ്നമുണ്ടല്ല. അപ്പം അങ്ങനെ ഭയങ്കര മാനസിക പ്രക്ഷുബ്ധമായി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭ്രാന്തമായിട്ടൊക്കെ നമ്മൾ ഇത്രയും നമ്മൾ ഭയങ്കര രസകരമായൊരു ISF കാലത്ത് കേൾക്കുകയും ഞാൻ നിരന്തരം ആവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്നതിനുണ്ട്. ഇടതുപക്ഷം ഭരിച്ചാലും വലതുപക്ഷം ഭരിച്ചാലും പാർട്ടി ഓഫീസിൻ്റെ മാളങ്ങളിൽ കൊടികൾ ഒളിപ്പിക്കുന്നവരല്ല ISFകാർ. അനീതിക്കെതിരെ, നീതികേടിനെതിരെ ഏതറ്റം വരെയും സമരം പോകുന്നു ഞങ്ങൾ പ്രസംഗിക്കും, നേതാക്കൾ ഒക്കെ പ്രസംഗിക്കും. ഈ പ്രസംഗം നമ്മൾ ഏറ്റെടുക്കുകയും നമ്മൾ ഹൃദയം കൊണ്ടാണ് അതൊക്കെ ഏറ്റുവാങ്ങുന്നത്, തലച്ചോറ് കൊണ്ട് ഏറ്റുവാങ്ങി പ്രാക്ടിക്കൽ പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ടല്ല, അത്ര സത്യസന്ധതയോടുകൂടിയാണ് നമ്മൾ പറയുന്നത്. പിന്നീട് ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഇതൊക്കെ പറ്റിക്കലല്ലേ, നമ്മൾ എത്ര പേരെ പറ്റിച്ച് ഞാൻ ആലോചിക്കും. ഞാൻ ഈ പ്രസംഗിച്ചിട്ട് എത്ര പേരെ കൊണ്ടുവന്ന് അവർ ISFും SFI ABP എന്നൊക്കെ പറഞ്ഞ് തലതല്ലി പൊളിക്കാനും പല്ല് നഷ്ടപ്പെട്ടവർ അങ്ങനെയൊക്കെ ഉണ്ട്. അവരൊക്കെ വിഡ്ഢികളാക്കിയില്ലേ ഞാനും ചേർന്നൊക്കെയുള്ള തോന്നലുകൾ, അങ്ങനെ ഭയങ്കര മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോവുകയാണ്. അപ്പോൾ എന്നും സവർണ സംവരണം മാത്രം ഞാൻ പറയുള്ളൂ. ഞാൻ എപ്പോഴും വിചാരിക്കും കേരളത്തിലെ ഹിന്ദുത്വനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ടൂളാണ് സവർണ സംവരണം. എത്രത്തോളം ഈ ജനതയെ വഞ്ചിക്കുന്നുണ്ട് എന്ന് നമുക്ക് കൃത്യമായി അഡ്രസ്സ് ചെയ്യാൻ സവർണ സംവരണം മാത്രം വെച്ച് പറ്റും. ഞാൻ സവർണ സംവരണം മാത്രം ആണ് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, ആ കാര്യം മാത്രം. ഹിന്ദുത്വയെ പൊളിക്കാൻ, ഇടതുപക്ഷത്തിനുള്ള ഹിന്ദുത്വയെ പൊളിക്കണമെങ്കിൽ സവർണ സംവരണം മാത്രം പറഞ്ഞാൽ മതി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ നടന്നുകൊണ്ടിരിക്കണം. നിരന്തരം ഇത് മാത്രം പറയും. എൻ്റെ ചില കൂട്ടുകാരൊക്കെ പറയും, ടൂറൊക്കെ പോകുമ്പോൾ പറയും സവർണ സംവരണം പറഞ്ഞതിനെ കൊണ്ടുപോകില്ല കേട്ടോ എന്ന്. അപ്പോൾ ഞാൻ പറയില്ല എന്ന് പറയും. ടൂറൊക്കെ പോയി സ്വാഭാവികമായിട്ട് ചില കമ്പനിയൊക്കെ നമ്മൾ കൂടി കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ കൂടെ കയറ്റും, ഇത് നൈസായിട്ട് തിരികെ കയറ്റും. അങ്ങനെ പറഞ്ഞു തീവ്ര ഹിന്ദുത്വവാദികളായ പിന്നോക്കാരുണ്ടല്ലോ BJP എന്നൊക്കെ, അവരിൽ വരെയും ഇത് പ്രശ്നം ഉണ്ടായി തുടങ്ങി. കാരണം ഇവര് ഈ സിനിമ കണ്ടിട്ട് എങ്ങനെയുണ്ട്, ഈ BJP CPM ഒക്കെ ഒന്നാണല്ലേ ചോദിക്കുന്ന, വളരെ സാധാരണക്കാർ ചോദിക്കുന്ന BJP ആയിട്ട് നടക്കുന്ന പിന്നോക്കക്കാരോടൊക്കെ ഈ സിനിമ ഒന്ന് കാണും എന്ന് പറയുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് സംഭവിച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിങ്ങനെ ഇതിനെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പലർക്കും അയക്കുന്നു, പലരെയും ബോധ്യപ്പെടുത്താൻ പറ്റിയിട്ടുണ്ട്. കാരണം ഇത് എന്ത് ഭ്രാന്താണെന്ന് ആലോചിക്കൂല. എല്ലാ ദിവസവും ഇത് തന്നെ പറഞ്ഞിട്ടിരിക്കുന്നത്. ഒരു നാൾ CPI ആയിരുന്നു, CPI അത്രത്തോളം കുറ്റം പറയുന്നു. പക്ഷേ CPIക്കാരുടെ സൗഹൃദമുണ്ട്, അത് വേറൊരു CPI മാത്രം സാധ്യമാവുള്ളൂ കേട്ടോ. ഇത്രത്തോളം പറഞ്ഞാലും സൗഹൃദങ്ങൾ നിലനിൽക്കും. CPM ആണെങ്കിൽ നടക്കൂല. കാരണം അച്ഛൻ CPIയുടെ ലോക്കൽ സെക്രട്ടറി ബാംഗ്ലൂർസിൻ്റെ ഒക്കെ ഇരുന്ന് അപ്പോഴാണ് ഞാൻ ഇരുന്നിട്ട് CPIക്കാർ തെറി പറയുന്നത്, അതായത് ഭാഷ പറഞ്ഞാൽ CPIക്കാർ ചെയ്യുന്നത് നീതികേടുണ്ട്, CPI ചെയ്യുന്നതിലൊക്കെ പറഞ്ഞിട്ട് എഴുതുന്നു. ഈ സിനിമ നിർമ്മിക്കുന്നതിൽ 3 ലക്ഷം രൂപ തന്നത് എനിക്ക് ISFകാരാണ്. നേരെ മറിച്ച് CPMലായിരുന്നെങ്കിൽ എൻ്റെ അച്ഛനും തല്ലി കിട്ടും, എൻ്റെ വീടും തല്ലി പൊളിക്കും ചിലപ്പോ കാണേണ്ടി വരില്ല. അതാണ് അങ്ങനെ ഒരു വൈരുദ്ധ്യമുണ്ട്. ആ സൗഹൃദങ്ങൾ ഇപ്പോഴും ഉണ്ട്. ചില സൗഹൃദങ്ങളിൽ കോട്ടം തട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഇടയിൽ ആബിദിക്കയുടെ ഒരു കുറിപ്പാണ് ഞാൻ, ഫേസ്ബുക്ക് കുറിപ്പ്, ചെറിയ കുറിപ്പാണ്, 3 കുട്ടികൾ എന്ന് പറഞ്ഞിട്ട്. അതിനകത്ത് നമ്മുടെ സെൻട്രൽ ക്യാരക്ടറായ വിവേക് മേനോനൊന്നും അങ്ങനെ ഒരു ക്യാരക്ടറായിട്ടില്ല, ആബിദ് അടിവാര. ആബിദിക്കയുടെ ഒരു കുറിപ്പ് കാണുകയും ഞാൻ ഈ കുറിപ്പ് പലർക്കും ഷെയർ ചെയ്യും. എൻ്റെ തന്നെ പിന്നോക്ക സമുദായത്തിൽ ജനിച്ചു പോയൊരു കൂട്ടുകാരിക്കും അവർക്കിത് പ്രശ്നമാണെന്ന് അറിയാം. കാരണം എന്താണ്, ഞാൻ പറയുന്നുണ്ടല്ലോ, അല്ലാണ്ട് പ്രശ്നം പറയും. അങ്ങനെ ഒരു നമ്മൾ വിചാരിക്കില്ല, ചിലവർ നമ്മൾ വിശ്വസിക്കുമല്ല, വെറുതെ പറയൂല എന്ന് വിചാരിക്കണമല്ല. നമ്മൾ ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾക്ക് ഒരു ലൈക്ക് അടിച്ചു, ചില വായിക്കണം എന്ന് പോലും ഇല്ല. കാരണം അത് ശരിയായിരിക്കുള്ളൂ എന്നുള്ളൊരു ഉത്തമ വിശ്വാസം. അങ്ങനെ വിശ്വസിച്ചിരുന്ന ഒരു കുട്ടിയാണ്. സവർണ സംവരണം ശരിയല്ല, ഉറപ്പാണെന്ന് പറയും. പക്ഷെ എന്താണ് കുഴപ്പമെന്ന് പറയണം. അപ്പം എനിക്ക് കുറിപ്പ് അയച്ചു കൊടുത്ത് സുവിതയ്ക്ക്. അപ്പോൾ സുവിത പറഞ്ഞ്, പ്രശാന്ത് ഇപ്പം എനിക്ക് മനസ്സിലാവണ്ട കുറേ കൂടി, ഇത് ഭയങ്കര പ്രശ്നമുള്ളതെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതാണ്
അപ്പോൾ രമ്യയുടെ പങ്കാളിയോട് രമ്യ കരുവാത്തി അവതരിപ്പിക്കുന്നതാണല്ലോ, കാരണം അവളുടെ ഒരു നിർദ്ദേശം സത്യത്തിലേക്ക് എത്തിയത് സിനിമ. രമ്യ എന്നോട് ചോദിച്ചിട്ട് ഷോർട്ട് ഫിലിമായിട്ട് നിങ്ങൾക്ക് ചെയ്യൂലെന്ന് ചോദിക്കുന്നു, കുറിപ്പ് മാത്രം. അപ്പോൾ ഞാൻ ഒരിക്കലും ഷോർട്ട് ഫിലിം ചെയ്യൂല എന്ന് വിചാരിച്ചിരുന്നിരുന്നാലാണ്. കാരണം ഞാൻ 10 വർഷമായിട്ട് സിനിമാ മേഖലയിൽ വർക്ക് ചെയ്യാണ്. നമ്മൾ ചിലപ്പോൾ അത് വെച്ച് ജഡ്ജ് ചെയ്യും, ചിലപ്പോൾ ഷോർട്ട് ഫിലിമുകളൊക്കെ പാളിപ്പോകാം. അപ്പോൾ നമുക്കൊരു സിനിമ എന്നുള്ള സാധനത്തിൽ ചിലപ്പോൾ എത്തിപ്പെടാൻ പറ്റില്ല എന്നുള്ളൊരു ആശങ്കയൊക്കെ ഉണ്ട്. അപ്പം എൻ്റെ ലൈഫും വെച്ചൊരു കളിക്കണം ഇറങ്ങണത്. അങ്ങനെ ഞാൻ പക്ഷേ എനിക്കിത് പറഞ്ഞേ പറ്റൂ, കുറേ കൂടി ആളുകൾക്ക് എത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ഞാൻ ആലോചിച്ച് ക്രൗഡ് ഫണ്ടിങ് പിടിക്കാം. ആളുകൾ സുഹൃത്തുക്കളുണ്ട്, ഞാനപ്പോൾ ലിസ്റ്റ് ഇട്ട് എൻ്റെ 300 സുഹൃത്തുക്കൾ ലിസ്റ്റ് ഇട്ട് 1000 പേര് വെച്ച് രൂപ വെച്ചിരുന്നതിന് 3 ലക്ഷമായി പിടിക്കാം. 3 ദിവസത്തെ ഷൂട്ടാണ് പ്ലാൻ ചെയ്തത്. അങ്ങനെ ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് ടെക്നീഷ്യന്മാരെ വിളിച്ച് സത്യത്തിൽ അപ്പോൾ എത്തിപ്പെടുന്നത് ഈ കുറിപ്പ് സുവിധയ്ക്ക് അയക്കുകയും സുവിധ ഈ കുറിപ്പ് കേട്ടിട്ട് അത് കൊള്ളാം. പക്ഷേ ഈ കുറിപ്പ് കൊണ്ട് മാത്രം നിൽക്കൂല, ആ കുറിപ്പ് ഒന്ന് വികസിപ്പിക്കേണ്ടതുണ്ട്, കഥാപാത്രങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്യേണ്ടതുണ്ട്. അങ്ങനെ അതൊന്നും ഇരുന്ന് ഞാൻ എൻ്റെ സുഹൃത്തുക്കളെ വിളിച്ച് ക്രിയേറ്റീവ് ടീമിനെ വിളിച്ചപ്പോൾ അവരാലോചിക്കുക രസകരമായിട്ട് ചെയ്യാവുന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിപ്പെടുന്നത്. ഈ പിന്നെ ഞാനിപ്പോൾ പറഞ്ഞപ്പോൾ പ്രശാന്ത് ഇഴവൻ എന്നാണ് പറയുന്നത്, അതുപോലെ പിന്നെ രമ്യ കരുവാത്തി. അപ്പോൾ ഈ സാമുദായിക രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രാധാന്യം അല്ലെങ്കിൽ അത് ഒരു തിരിച്ചറിവ് എങ്ങനെയാണ് അതിൽ വലിയ പ്രാധാന്യമുള്ളതുകൊണ്ടായിരിക്കുമല്ലോ ഇത്തരം ആ ഒരു പേരുകൾ സ്വീകരിച്ചിട്ടുണ്ടാവുക. അതൊന്ന് വിശദീകരിക്കണമെങ്കിൽ നന്നായി. അത് പറയുമ്പോൾ ഈ പേരിടുന്നത് തന്നെ ഞങ്ങൾ CPIയുടെ ഓഫീസിൻ്റെ മുകളിൽ ഞങ്ങൾ ഇരിക്കും, വൈകുന്നേരങ്ങളിൽ ഇരുന്ന് ചർച്ച ചെയ്യും പല പൊളിറ്റിക്കൽ. അന്ന് ISFകാരായിട്ട് സംസാരിച്ചിട്ടാണ് ഞാൻ ഈ പേരിലേക്ക് എത്തുന്നത്. കാരണം 21ാം നൂറ്റാണ്ടിലും ആരാണ് ജാതി വാല് വെച്ചുകൊണ്ടിരിക്കുന്നത്, ജാതി ഒരു അലങ്കാരമായി കൊണ്ടുകൊണ്ട് നടക്കുന്നത് എല്ലാവർക്കും അറിയാം. ഒരു സവർണ്ണ വിഭാഗങ്ങളാണ് ഉറപ്പായിട്ടും. ഇപ്പോൾ കൂടുതലാണെന്ന് തോന്നുന്നു പണ്ടത്തേക്കാളൊക്കെ. അവരാണ് പലരും. അതുപോലെ പുരോഗമന പ്രസ്ഥാനങ്ങളൊക്കെ എന്താണ് ജാതീയതയ്ക്കും മറ്റതിനെതിരെ മാനവികതയാണ് മറുപടി എന്ന് പറഞ്ഞിട്ട് ഉദ്ഘാടനം ഇന്ന വാരി ഇന്ന പേരുന്നൊക്കെ പറഞ്ഞ് കാണാൻ തമാശകളൊക്കെ നമ്മൾ കാണാറുണ്ട് ഇക്കാലത്തും. അപ്പൊ ഇതിനകത്ത് മാത്രമല്ല മതമില്ലാത്ത മനുഷ്യൻ എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ പാഠ്യപദ്ധതിയിൽ അതെ അത് ഭയങ്കര കോമഡികളാണ് ശരിക്കും. സത്യത്തിൽ കാപട്യമാണ് ബേസിക്കലി കാണിക്കുന്നുണ്ടിരിക്കുന്നത്, പുരോഗമന കാപട്യം എന്ന് പറയാൻ തോന്നുന്നു. അപ്പൊ 21ാം നൂറ്റാണ്ടിലും പല 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 ചോദ്യങ്ങൾ ഉയർത്താൻ ഈ ഒരു പേര് കൊണ്ട് സാധിക്കും. കുറേ ചർച്ച നടത്തിയിട്ടുണ്ട് പല. അപ്പോൾ നമ്മൾ ആലോചിച്ചിരുന്നത് സത്യത്തിൽ ചില സുഹൃത്തുക്കൾ, അതായത് പല സമുദായത്തിൽപ്പെട്ടവരുണ്ട് ഈ ചർച്ച എടുക്കുമ്പോൾ. അപ്പോൾ ഞാൻ പ്രശാന്ത് പുലേൻ എന്നിട്ടാലോ എന്നൊരാലോചന അങ്ങനെ വന്നു. അപ്പോൾ പുലേനായ ഒരു സുഹൃത്ത് തന്നെ ISFകാരനായ സുഹൃത്ത് പറഞ്ഞു അത് വേണ്ട പ്രശാന്ത്, ഇനി പ്രശാന്ത് ഇഴവൻ അല്ലെങ്കിൽ പ്രശാന്ത് ചോൺ എന്നിട്ടാൽ മതി. കാരണം അതിൻ്റെ അകത്ത് ചിലപ്പോൾ വേണമെങ്കിൽ വേറൊരു തരം ചർച്ചയിലേക്ക് പോകാം, ഈ സമുദായക്കാരുടെ ഐഡന്റിറ്റിനെ അങ്ങനെ അർത്ഥത്തിൽ. കാരണം അത് നീ അത് ഇടേണ്ട കാര്യമില്ല. അങ്ങനെ ശരിയുണ്ടാകത്ത ഞാൻ പറഞ്ഞു അത് ശരിയാണ്, അതങ്ങനെ പ്രശ്നം വരാൻ സാധിക്കും. നമ്മൾ വേറെ വിശാലാർത്ഥത്തിലേക്കാണ് ആലോചിക്കുന്നത്. അപ്പം എല്ലാ അഭിപ്രായങ്ങളും എടുത്തെടുത്ത് അപ്പോൾ ഇതിലേക്ക് എത്തിച്ചേരുന്നു. സഹോദരനെ ഇപ്പം പറഞ്ഞ പോലെ നമ്മുടെ സിനിമയെ കാണിക്കുന്നുണ്ട്, ജാതി ചിന്ത പുലർത്തണമെന്ന ഉദ്ദേശത്തോടു കൂടി നിങ്ങൾ ജാതി പറയരുത്, ചോദിക്കരുത്, ചിന്തിക്കരുത്. എന്നാൽ ജാതിയെ തകർക്കാൻ ആവശ്യമാണെങ്കിൽ നിങ്ങൾ ജാതി പറയണം, ചോദിക്കണം, ചിന്തിക്കണം, ഷാർപ്പാണ്. അതാണ് അതിൻ്റെ ഒരു ഉത്തരം. പിന്നീട് ഈ ജാതിവാൽ ഇട്ട് നടക്കുന്ന കുറേ വിഭാഗങ്ങളുടെ ഉള്ള ചിന്തയുണ്ട്. പിന്നോക്കാർക്ക് എന്തോ ഇതിലൊരു അപമാനമുണ്ട്, പലതരം ഉത്തരങ്ങളുണ്ട് ഇതിൻ്റെ അത് ഈ പേരിൽ. നമുക്ക് നാണക്കേടാണ്, ഞാൻ പുലയനാണ്, ഈഴവനാണെന്നൊക്കെ പറയാം. ഒരു തർക്കമില്ല. കേരളത്തിൽ ഈഴവരും പുലയരും മാത്രം തീരുമാനിച്ചാൽ ജാതിവാലിട്ടാൽ ഇവിടുത്തെ ജാതിവാല് നിൽക്കും, സവർണ്ണറ്റ. കാരണം പേടിച്ചു. കോമഡി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഞ്ജു വാര്യർ പരിചയപ്പെടുമ്പോൾ സത്യൻ ജോഷി ഇഴവൻ എന്നൊക്കെ പറഞ്ഞാണ് ബദൽ മറുപടിയാ. അങ്ങനത്തെ പരിചയപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ ഇതൊരു പ്രശ്നമുണ്ടല്ലോ എന്നുള്ള ചിന്ത, അങ്ങനത്തെ ചർച്ചകളുണ്ടാവും. അപ്പം അങ്ങനത്തെ ചർച്ചകൾക്ക് ഇവിടുത്തെ എത്രത്തോളം ജാതി ഉണ്ടെന്ന് ഡിസ്കഷനുകൾ വരാനൊക്കെ ഉൾപ്പെടെയാണ്. അത് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്. ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻ്റ് ആണ് പ്രശാന്ത് എന്നുള്ള 2019 ഞാൻ സ്വീകരിച്ചത്. ഞാൻ മേരിക്കുട്ടി എന്ന് പറഞ്ഞ സിനിമയിൽ വെച്ചിട്ടുണ്ട് അസോസിയേറ്റ് ഡയറക്ടർ കാർഡിൽ. അത് ഇപ്പോഴും തുടരുന്നുണ്ട്. കുറേ സിനിമകളിൽ പിന്നെ പിന്നിൽ നിന്നിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുക സംവിധാനം അത്തരം കാര്യങ്ങളും അതായത് ഞാൻ കലാസംവിധാന സഹായമായിട്ടാണ് തുടങ്ങുന്നത്. ഇപ്പോൾ ഇറങ്ങിയൊരു സിനിമ തുടരും എന്ന് പറഞ്ഞിട്ട് മോഹൻലാൽ സിനിമ സാറുണ്ട്. അതിൻ്റെ റൈറ്റർ KR സുനിൽ കൊടുങ്ങല്ലൂർക്കാരനാണ്. റൈറ്ററിൻ്റെ കറുപ്പിൽ ഒരുപാട് ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട്. ഫോട്ടോഗ്രാഫർ അറിയപ്പെടുന്ന അദ്ദേഹമാണ് എൻ്റെ ഗോഡ് ഫാദർ എന്നൊക്കെ പറയുമല്ലോ എന്നാ സിനിമ ഉണ്ടാക്കുന്നത്. ഗോകുൽദാസ് എന്ന് പറഞ്ഞാൽ 3 സംസ്ഥാന അവാർഡ് വാങ്ങിയ ഗോകുലേട്ടൻ്റെ കൂടെ എൽസം എന്ന ആൺകുട്ടിയിലാണ് ഞാൻ കലാസംവിധാന സഹായമായിട്ട് തുടക്കം. സത്യത്തിൽ ആ ഡയറക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ അറിയാലേ, ഇതൊക്കെ സെറ്റ് ചെയ്യുക അങ്ങനത്തെ പരിപാടികളൊന്നും എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ പെയിൻറ്റ് പണിക്കും കാർപ്പൻ്റർ പണിയൊക്കെ ഉണ്ടാവും. അതിനൊക്കെ ഹെൽപ്പറായിട്ട് കൂടിച്ചായിട്ട് നിൽക്കുക, സെറ്റിലിരിക്കുക, പണിയെടുക്കുക എന്നല്ലാണ്ട് അങ്ങനെ സംവിധാനം അസിസ്റ്റന്റ് ഡയറക്ടർ ആവാൻ പറ്റുന്നില്ല. അങ്ങനെ ലാലു സാറിൻ്റെ കൂടെ അടുത്തൊക്കെ നോക്കിയിരുന്ന് പുള്ളിയുടെ വീടൊക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഗോകുലേട്ടൻ്റെ കൂടെ ഞാൻ പോകും. എന്നിട്ട് പണ്ടത്തെ കഥയിലെ പോലെ ബന്ധം സ്ഥാപിച്ച് അടുപ്പൊക്കെ ഉണ്ടായി ചിലപ്പോൾ അവർ അങ്ങനെ നോക്കിയിരുന്നു. അപ്പോൾ ലാൽ സാറിൻ്റെ കൂടെ കയറാൻ പറ്റിയില്ല. അതിൻ്റെ കമൽ സാറിൻ്റെ കൂടെ കയറാൻ നോക്കിയിരുന്നു. രാജേന്ദ്രൻ KP രാജേന്ദ്രൻ ന്യൂമന്ത്രിയുടെ കാലത്ത് വിളിച്ചിട്ട് അതൊക്കെ പാളി. അവരാരും ചിലപ്പോൾ കിട്ടണമെന്നില്ല, കാരണം അപ്പോഴേക്കും ഫില്ലായിട്ടുണ്ടാവും അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ. അങ്ങനെ അവസാനം
ഗോകുലേട്ടൻ തന്നെ പറഞ്ഞിട്ടാണ് എം രഞ്ജിത്ത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ രഞ്ജിത്ത് സാറിൻ്റെ കൂടെ നമ്മുടെ തുടരുണ്ട് പ്രൊഡ്യൂസർ, ആൾ സംവിധാനം ചെയ്ത ബ്ലാക്ക് ബട്ടർഫ്ലൈയിൽ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കയറിയാണ്. അത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ ഡബ്ബിങ്ങിന് വന്നാണ് മാർത്താണ്ഡൻ സാറ്. മാർത്താണ്ഡൻ സാറ് ഗുരുസ്ഥാനിയനാണ് സിനിമയിൽ. രഞ്ജിത്ത് സാർ ഇവരൊക്കെ അതേ ഗോകുലേട്ടനൊക്കെ അങ്ങനെയാണെങ്കിലും മാർത്താണ്ഡൻ സാറിൻ്റെ പടത്തിലാണ് ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തിട്ടുള്ളത്. മാർത്താണ്ഡൻ സാറിൽ നിന്ന് ഞാൻ ഒരുപാട് പഠിച്ചിട്ടുള്ളത്. ആളുടെ ദൈവത്തിൻ്റെ ഒന്ന് ഗ്ലിറ്റസ്, പാവാട, ജോണി ജോണി എസ് എപ്പ, മഹാറാണി, പോട്ടംതുള്ളി കഴിഞ്ഞ എല്ലാ പടങ്ങളും ഒരു പടം വെച്ച് എല്ലാ പടത്തിലും ഞാൻ ഉണ്ടായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടർ തുടങ്ങി അസോസിയേറ്റായി, ചീഫ് അസോസിയേറ്റ് ആയിട്ട് അങ്ങനെ ഇപ്പോൾ പ്രവർത്തിക്കുന്നു. അതുകൊണ്ട് ജോഷി സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് വലിയ ഭാഗ്യമാണ്. ഒരു ലെജൻഡാണല്ലോ ഈ കാലത്തും ഹിറ്റ് മേക്കറായി തുടരുന്ന ജോഷി സാറിൻ്റെ കൂടെ ലൈലാവുലയിൽ വർക്ക് ചെയ്യാൻ പറ്റി. വേണു എന്ന് പറഞ്ഞ വേണു സാറിൻ്റെ ഒപ്പം നമുക്ക് വർഗം തിരുത്തപ്പുള്ളിലൊക്കെ ഉൾപ്പെടുന്ന ക്യാമറാമാൻ, അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു ചെറിയ സിനിമ വർക്ക് ചെയ്യാൻ പറ്റി. ജിസ് ജോയി, ജിസേട്ടൻ, രഞ്ജിത് ശങ്കർ സാറ്, അങ്ങനെ കുറേ സംവിധായകരുടെ കീഴിൽ അസിസ്റ്റൻ്റായിട്ട് അസോസിയേറ്റ് ആയിട്ടും വർക്ക് ചെയ്തതിന് ശേഷമാണ് ഒരു ജാതി പിള്ളേരെ സ്റ്റൈലിലേക്ക് എത്തിയത്. EWS സാമ്പത്തിക സംഭരണം, സവർണ സംഭരണം, എന്ത് പണ്ടാറുണ്ടതൊക്കെ ഒരു പിടിയും കിട്ടുന്നില്ല. ഇത് തീർത്തും വ്യത്യസ്തമായിട്ടൊരു സിനിമയാണ്. ഇപ്പോൾ പ്രശാന്ത് ചെയ്തിട്ടുള്ള ഒരു സിനിമ എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമായിട്ടൊരു സിനിമയാണ്. അതിന് പുറകിൽ അതിന്റെ പിന്നെ ലാഭമോ അല്ലെങ്കിൽ അതിന്റെ മറ്റു രീതിയിലുള്ള കാര്യങ്ങളൊന്നും അല്ലല്ലോ. അപ്പൊ അത് എങ്ങനെയാണ് അത് രണ്ടും തമ്മിലുള്ളൊരു എനിക്ക് സത്യത്തിൽ എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു വേണമെങ്കിൽ പറയാം. ഈ ആ സിനിമ സത്യത്തിൽ അംബിജിക്ക് കണ്ടാണല്ലോ സിനിമ. നമ്മുടെ സിനിമയിൽ എന്റർടൈൻമെന്റ് എലിമെന്റുകൾ നല്ലോണം യൂസ് ചെയ്തിട്ടുണ്ട്. എല്ലാം ഉണ്ട്, നല്ല സിനിമയാണ്. വളരെ സന്തോഷമായിട്ട് നമുക്ക് അവസാനം വരെ കണ്ടിരിക്കാൻ പറ്റുന്ന സിനിമ. ഈ കുട്ടികളുടെ തമാശയുണ്ട്. അപ്പൊ ഞാൻ ലക്ഷ്യം വെച്ചത് ഒരു +2 തുടങ്ങിയുള്ള കുട്ടികളും കൂടിയാണ്. ഉയർന്ന ആളുകൾക്കും പക്ഷെ അതേസമയം ഇഷ്ടപ്പെടണം. നമ്മളിത് പൊതുവിൽ പറയുമല്ലോ, വലിയൊരു പൊളിറ്റിക്കൽ സിനിമ എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും അങ്ങനെ ഗഹനമായ അങ്ങനെ കൃത്യമായി പറയുന്ന അങ്ങനെ ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. അതിനെനിക്ക് ഈ സിനിമയിൽ വർക്ക് ചെയ്തും സഹായിച്ചിട്ടുണ്ട്. അതോടൊപ്പം എൻ്റർടൈൻ സിനിമകളുടെ എലമെൻറ്റ്സ് ഈ സിനിമയ്ക്ക് പൊളിറ്റിക്കൽ സിനിമകൾക്ക് വേണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. എന്നാലും നമ്മുടെ ഉദ്ദേശ ലക്ഷ്യം ആളുകൾക്ക് കൂടുതൽ എത്തുള്ളൂ. അപ്പോൾ എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് ആ സിനിമകളെല്ലാം. സ്വാഭാവികമാണ് ആ സിനിമകളിലുള്ള അനുഭവ സമ്പത്ത്. കാരണം ഞങ്ങൾ 7 ദിവസം കൊണ്ടാണ്, അതിൻ്റെ പ്രഷർ എനിക്കുണ്ടായിരുന്നു. ഞാൻ ഇനി നമ്മുടെ സിനിമാ മേഖലയിൽ ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇതെന്താണ് ചെയ്തു വെച്ചേക്കണമെന്ന് ചോദിക്കാൻ പാടില്ല. ഇപ്പം പറഞ്ഞേ എൻ്റെ ഒരു പ്രൊഫഷനും കൂടിയാണ്, എൻ്റെ ലൈഫാണ്. ഞാൻ ISF ഒക്കെ അന്ന് വിട്ടത്, അല്ലെങ്കിൽ ഫുൾ ടൈം പൊളിറ്റീഷ്യനായിട്ട് നിൽക്കേണ്ട ആളായിരുന്നു. എൻ്റെ സിനിമാ മോഹം കൊണ്ടാണ് ഞാൻ ISFൻ്റെ ജില്ലാ ഭാരവാഹിയായിട്ട് ഞാൻ മാറിപ്പോണത്, ജില്ലാ പ്രസിഡന്റ് ഒഴിയണത്. പിന്നെ അത്തവണ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിലേക്ക് പരിഗണിച്ചിട്ട് നിർത്താമെന്ന് പറഞ്ഞാണ്. അപ്പം ഞാൻ പറയില്ല, എനിക്ക് സിനിമയിലേക്ക് പോകണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് ഞാൻ പോയത്. അപ്പം അതിലൊരു താഴെട്ട് പോക്ക് ഉണ്ടാവരുന്ന ആഗ്രഹിച്ചു. അപ്പോൾ 7 ദിവസം കൊണ്ട് ഞങ്ങൾ 50 മിനിറ്റ് ഷൂട്ട് ചെയ്യണം. ഒരു ചുരുങ്ങിയത് സിനിമയിലാണെങ്കിൽ 3 മിനിറ്റ് ഒക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് മലയാള സിനിമ ചെയ്യുന്ന ഞാൻ ഇത്രയും കാലം ചെയ്ത അനുഭവ സമ്പത്ത് ആ അർത്ഥത്തിലാണ് ചെയ്യണമെങ്കിൽ എനിക്ക് ചുരുങ്ങിയത് ഈ സിനിമ ഞാൻ 1 മണിക്കൂർ 2 മണിക്കൂർ ഈ സിനിമ എനിക്ക് 1 കോടി രൂപ വേണം. 1 കോടി രൂപ വേണം മലയാള സിനിമയിൽ. ഞാൻ കൃത്യമായ ആർട്ടിസ്റ്റുകളൊക്കെ ടെക്നീഷ്യന്മാർക്ക് ഏറ്റവും ചുരുങ്ങിയത് 1 കോടി വേണം. അതാണ് നമ്മൾ 6 ലക്ഷം രൂപയ്ക്ക് ചെയ്യുന്നത്. ഏറ്റവും ചുരുങ്ങിയത് 15 to 20 ദിവസം ഷൂട്ട് ചെയ്യാൻ വേണം. ഇതാണ് നമ്മൾ 7 ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്നാൽ പോലും ആളുകൾക്ക് ഇത് ഇഷ്ടപ്പെടണം അർത്ഥത്തിൽ. പക്ഷെ അങ്ങനെ ഷൂട്ട് ചെയ്യാൻ എനിക്ക് മാർത്താണ്ഡ സാറിൻ്റെ കൂടെ ഒക്കെ വർക്ക് ചെയ്യുന്നത് ഭയങ്കര സഹായിച്ചിട്ടുണ്ട്. ഭയങ്കര പ്ലാനിങ് ആയിരിക്കും. ഇവിടെ അത് ചെയ്യുമ്പോൾ അവിടെ അത് ചെയ്യണം. എന്നിട്ട് ഈ സിനിമയിൽ ഇത് നിയന്ത്രിച്ചിരുന്നത് രസം എന്ന് വെച്ചാൽ AISFൻ്റെയും പഴയ AIUFൻ്റെയും SFIയുടെ ഒക്കെ ഭാരവാഹികളായിരുന്നു. പ്രൊഡക്ഷൻ കൺട്രോളായിട്ട് വർക്ക് ചെയ്തത് AIUFൻ്റെ മണ്ഡലം ജോയിന്റ് സെക്രട്ടറി ഒരാൾ സ്റ്റെഫിൻ മൈക്കിൾ, ഒരാൾ ബിബിൻ EB, അവൻ അസ്മായിക്കോളെ SFIയുടെ ചെയർമാനായിരുന്നു. കാരണം സംഘടനാ ശേഷിയുള്ളവരാണ് ഇവർ. ഒരു കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ അവർക്ക് ഈ ഒരു സിനിമയുടെ രാഷ്ട്രീയം അവരെങ്ങനെയാണ് അപ്പോൾ അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയത്? അല്ല, അത് AIUFൻ്റെ കൊടുക്കുന്ന ഒരു മണ്ഡല സമ്മേളനത്തിൽ ഔദ്യോഗിക പ്രമേയമായിട്ട് ഇത് പാസ്സാക്കിയപ്പെട്ടതാണ്. അപ്പോൾ AIUFൻ്റെ ഒരുപാട് മണ്ഡലങ്ങളിൽ ഇത് പാസ്സാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് AIUFലും CPIലും ചർച്ച എങ്കിലും ചെയ്യാറുണ്ട്. CPMലൊന്നും പൊതുവെ ചർച്ച പോലും ഇല്ലാന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. DYFIയിലൊന്നും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. അതായത് CPM സുഹൃത്തുക്കൾ പറയാനാണ് ഈ വിഷയമൊന്നും ചർച്ചയ്ക്ക് ഉണ്ടാവാറില്ല. കൊടുങ്ങല്ലൂർ പക്ഷേ ചർച്ച ഉണ്ടായിരുന്നു ഈ സിനിമയ്ക്ക് ശേഷം. ഇതൊരു പ്രശ്നമാണ്. ഈ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് ഒരു CPമാരും നമ്മളെ തെറി വിളിക്കാനോ ചീത്ത വിളിക്കാനോ ഒന്നും വന്നിട്ടില്ല. അവിടെ അത് വിഷയമാണ് എന്നുള്ള യാഥാർത്ഥ്യബോധം പലരും ഉണ്ട്. ഭയങ്കര അടിമബോധമുള്ളവരോട് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര കോൺഫിഡൻ്റ് ആയിരുന്നു. ഭയങ്കര അടിമബോധമുള്ള ഇടതുപക്ഷക്കാരല്ലാണ്ട് ഈ സിനിമയിൽ ഒരാൾ മോശം പറയില്ല എന്ന് വലിയ ആത്മവിശ്വാസം എനിക്കുണ്ടായിരുന്നു. അതൊരു തർക്കമില്ലാത്ത കാര്യമാണ്. സിനിമ അതിനൊരു ഇപ്പോൾ പറഞ്ഞല്ലോ എനിക്ക്. എന്നാലും വിമർശനങ്ങൾ നമുക്ക് കേൾക്കും, അഭിപ്രായ വ്യത്യാസങ്ങൾ, ഭയങ്കര അതിരൂക്ഷമായ വിമർശനങ്ങളൊന്നും നമ്മൾ നേരിട്ടിട്ടില്ല എന്നുള്ളതാണ് സത്യം. എങ്ങനെയായിരുന്നു ഇതിന്റെ പിന്നെ ഫണ്ടിങ്? അത് നേരത്തെ പറയാൻ തുടങ്ങിയ വിഷയം മുഴുവൻ പലതിലേക്കും കയറി പോകും വരുന്നില്ല. കാരണം അത്രയും വലിയൊരു രസകരമായ ഒരു അനുഭവം ഉണ്ട് ഇതിൻ്റെ ഒപ്പം പോകുമ്പോൾ. ഭയങ്കര ഇപ്പൊ ഉച്ചയ്ക്ക് ശേഷം പോകണം ഫൈസൽ ഖാൻ എന്ന് പറഞ്ഞിട്ട്. അതൊക്കെ പറയുമ്പോൾ വൈകാരികവും. ഈ ഫൈസൽ ഖാൻ മരിച്ചിട്ട് 3 വർഷമായി. AISFൻ്റെ പഴയ നേതാവാണ്. അപ്പോൾ ഫണ്ട് ഞാനിങ്ങനെ ഒരു ലിസ്റ്റ് ഇട്ടപ്പോൾ എനിക്കൊരാഗ്രഹം,
ഇതിനോട് ആദ്യത്തെ പേര് ചോക്കൂത്തിമോനും പന്നപ്പലേനും ഒരു തീവ്രവാദി കാക്കയുന്നായിരുന്നു. അതായത് കേരളത്തിലെ മുഖ്യമന്ത്രിനെ ഒരു സവർണ സ്ത്രീ വിളിച്ച പേരാണ് ചോക്കൂത്തിമോൻ. ഡെപ്യൂട്ടി സ്പീക്കറിനെ വിളിച്ചാണ് സവർണനായിട്ടുള്ള ആ പന്നപ്പലേന്റെ വീട്ടിൽ പോയി വെള്ളം കുടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പുറത്ത് അദ്ദേഹം മരിച്ച് എടുത്ത് അദ്ദേഹത്തിന് പുറത്താക്കി, പക്ഷെ അദ്ദേഹത്തിന് വീണ്ടും കൊടുത്തു. പിന്നെ മുസ്ലിം സമുദായങ്ങൾ മൊത്തം പറഞ്ഞാണ് തീവ്രവാദികൾ, കാക്കാവന്മാർ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഇവരാണ് ഏറ്റവും കൂടുതൽ നിയമം ബാധിക്കുന്നത്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ പേരിട്ടത്. പിന്നെ പേരിന് വേറെ പ്രശ്നങ്ങളാവണ്ടെന്ന് വെച്ചിട്ട് പലർക്കും ഈ പേരിന്റെ പൊളിറ്റിക്സ് മനസ്സിലായി, രസമായിരുന്നു. പിന്നെ സെൻസർ അങ്ങനെയൊക്കെ പോകണമെങ്കിൽ പ്രശ്നമുള്ളതെന്ന് വെച്ചിട്ട് മാറ്റിയിട്ടുണ്ട്. നല്ല പേര്, ആ പേര് മോശമായിരുന്നില്ല, ഒരു ജാതി പിള്ളേർ ഇഷ്ടമെന്നുള്ള പേരിരിക്കുന്നത്. പൊളിറ്റിക്സിൻ്റെ അകത്ത് ജാതിയുണ്ട്. അപ്പം ഞാൻ ആദ്യത്തെ ഫണ്ട് ഞാൻ ഫൈസൽഖാനെ വിളിച്ചിട്ട് പറഞ്ഞു, ഫൈസൽഖ എനിക്കൊരു 1000 രൂപ വരണം, പലയിടും വിളിച്ചാരെന്ന് പറഞ്ഞു. അപ്പോൾ ഫൈസൽഖ പറഞ്ഞു ആടാൻ നിനക്ക് തരാടാന്ന് പറഞ്ഞു. ഞാൻ പള്ളിയിൽ, അത് നമ്മുടെ സ്വന്തം പള്ളി പോലെ ഞങ്ങളവിടെ പ്രതിനിസ്കരിക്കുമ്പോൾ ചേരാൻ പള്ളി, ഇന്ത്യയിലെ എൻ്റെ വീടിൻ്റെ അവിടെ നിന്ന് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ ഫൈസൽ കുറഞ്ഞ് തരാടാ എന്താണെന്ന് പറഞ്ഞു. എനിക്ക് ഫോട്ടോ എടുക്കണം, എനിക്ക് ഇവിടുന്ന് ഫണ്ട് കിട്ടിയ ഫൈസൽ കുറയുന്ന ആദ്യത്തെ ഫണ്ട് കുറേ പേര് തരും, ഐസുഫാരൊക്കെ പറഞ്ഞു. പഴയ ഐസുഫ് നേതാവാണ് കേരള ഓർമ്മയിലൊക്കെ. അങ്ങനെ അദ്ദേഹം 2-2 ദിവസം കഴിഞ്ഞിട്ട് വിളിച്ച് പറഞ്ഞു നിനക്ക് പള്ളിയിൽ നിന്നാണ് ഫണ്ട് എന്ന് പറഞ്ഞു. അത് എനിക്കുണ്ടായ വലിയൊരു, കാരണം വേണമെങ്കിൽ സാങ്കേതിക അല്ലെങ്കിൽ ചിലപ്പോൾ വിശ്വാസപരമൊക്കെ ആയിട്ട് പറഞ്ഞ തർക്കങ്ങൾക്കൊക്കെ സാധ്യതകളുണ്ട് സിനിമയ്ക്ക് ഫണ്ട് കൊടുക്കാന്നൊക്കെ പറഞ്ഞാൽ. പക്ഷേ അത് ഇത്രയും വലിയൊരു രാഷ്ട്രീയത്തിൻ്റെ ഒപ്പം ഇന്ത്യയിലെ ആദ്യത്തെ പള്ളി ജുമാ മസ്ജിദ് നിന്നു എന്നുള്ളത് ഞങ്ങളുടെ സിനിമയ്ക്ക് കിട്ടിയ ഏറ്റവും വലിയ, സിനിമ എന്തായാലും ഇപ്പം കിട്ടിയ ഏറ്റവും വലിയ അംഗീകാരങ്ങളിൽ ഫസ്റ്റ്. അങ്ങനെയാണ് ക്രൗഡ് ഫണ്ടിങ് തുടങ്ങുന്നത്. അന്ന് ഈ സിനിമയുടെ ക്രിയേറ്റീവ് ഡയറക്ടറായ തൻവിൻ്റെ ഉമ്മയും എൻ്റെ അമ്മയും ചേർന്നാണ്. എൻ്റെ ഉമ്മയും അമ്മയ്ക്കാണ് ആദ്യം കൂടെ ചെരവ മസ്ജിദിൽ വെച്ച് ഫണ്ട് ഏറ്റുവാങ്ങുന്നത്. തുടർന്ന് ശിവഗിരിയിലായിരുന്നു ഫസ്റ്റ് തൊട്ട് സത്യാനന്ദ സ്വാമിനോട് ചില വിഷയങ്ങൾ പല നിലപാടുകളിലൊക്കെ സത്യാനന്ദ സവർണ സമരത്തിന് കൃത്യമായ നിലപാടുള്ള ഒരു വ്യക്തിയാണ്. അവിടെ നിന്നാണ്, ശിവഗിരി എന്നാണ്. അയ്യങ്കാളി ദിനത്തിനും ട്രെയിലർ പുറത്തിറക്കുന്നത് ഇതിന്റെ. അങ്ങനെ അടിമുടി രാഷ്ട്രീയം അതെങ്ങനെയൊക്കെ സംഭവിക്കുന്നു, അങ്ങനെയും ഉണ്ട് കേട്ടോ. ഇത് ഇങ്ങനെയുണ്ട് ചില സിനിമകൾക്ക്. നീ യോഗം എന്നൊക്കെ പറയൂലേ, സിനിമ ഒരു ഫാന്റസി ആണല്ലോ പലപ്പോഴും. ഞാൻ പറയും ഇപ്പൊ മിന്നൽ മുരളി എന്നൊക്കെ പറഞ്ഞ സിനിമ നമുക്ക് ഇഷ്ടമുള്ളത് കാണാം. അങ്ങനെ ഫാന്റസിക്കൽ എലമെന്റുകൾ ജീവിതത്തിൽ സംഭവിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഞാൻ പറയാം, ഫൈസൽക്ക സിനിമയുടെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആക്സിഡന്റിൽ മരിച്ചത്. ഇന്ന് ഫൈസൽക്കട ഓർമ്മദിനോട് അതിൽ അങ്ങോട്ട് പോകണം. അപ്പൊ ഞാൻ ആലോചിക്കും അപ്പൊ അതായത് ഞാൻ വിശ്വാസമൊന്നുമല്ല, ഫൈസൽക്കനെ കാണിച്ചിട്ടാണ് നമ്മൾ സിനിമ ആരംഭിക്കണത്. ഫൈസൽക്കാന്ന് പറഞ്ഞിട്ടേ അങ്ങനെ ആ ഫൈസൽക്കാണ് അപ്പൊ ആ ഒരു ട്വിസ്റ്റ് ഉണ്ടാക്കുന്നത്. ഫൈസൽക്ക പള്ളിയിൽ നിന്നുള്ള ഫണ്ട് അറേഞ്ച് ചെയ്യും. അങ്ങനെ ഷൂട്ടിൻ്റെ ഇടയിലാണ് ഫൈസൽക്ക നമ്മൾ ഇടയിൽ ഷൂട്ട് തുടങ്ങിയ ഒരു 7ാമത്തെ ദിവസങ്ങളാണ് ഫൈസൽക്ക വിട്ടുപോകുന്നത്. ആക്സിഡൻറ്റിലാണ് പോകുന്നത്. ഷൂട്ടിൻ്റെ ഇടയിലാണ് ഞങ്ങൾ പോയത്. അന്ന് എങ്ങനെയാണ് ഷൂട്ട് പൂർത്തീകരിച്ചതെന്ന് എനിക്കറിയില്ല. ഈ സിനിമ സത്യത്തിൽ ഈ സിനിമ ഞാനങ്ങനെ ഒരു വിശ്വാസമൊന്നുമല്ല. ഞാൻ താലി പോലും കെട്ടിയിട്ടില്ല. ഞാനൊരു വൈഫ് വീട് പറഞ്ഞിരുന്നു ഞാൻ താലി കെട്ടൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സിനിമയിൽ പലരും പറയും ഈ സിനിമയുടെ ഭാഗമായിട്ട് അല്പം വിശ്വാസം ഉണ്ടെങ്കിൽ കടുത്ത അന്ധവിശ്വാസമായി മാറിപ്പോയനായിരുന്നു. കാരണം ഫൈസൽക്ക് ഇല്ലായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു മാസം സിനിമ നീണ്ടിട്ടായിരുന്നെങ്കിൽ ഈ ആലോചന വരുന്നത് ഈ ചരവമ്പള്ളി എന്ന് പറയുന്ന സിനിമ തുടങ്ങുക എന്നുള്ളൊരു ചരിത്ര പ്രാധാന്യം വരുന്നത്. അതിൽ അങ്ങനെ വന്നപ്പോഴാണ് നമ്മൾ ശിവഗിരിയിൽ പോകാം എന്നൊക്കെയുള്ള ഒരു ആലോചന. പിന്നെ അയ്യങ്കാളി ദിനത്തിൽ ട്രെയിലറൊക്കെ വരുന്നത് ഈ സിനിമ ഡിമാൻഡ് ചെയ്യുന്നത് പോലെ തന്നെ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു. പിന്നെ എന്തോരം ആർട്ടിസ്റ്റുകളൊക്കെ പോയിന്ന് അറിയും. ഗവൺമെൻറ് ഉദ്യോഗസ്ഥരൊക്കെ തലൂസും പറയും ഇതിൻ്റെ അകത്തില്ല. പക്ഷെ എല്ലാം എങ്ങനെയൊക്കെ മാറി പറഞ്ഞ് പിന്നെ അത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. പിന്നെ അത് സിനിമയിലുള്ള 2 നിര അവർ ചോദിച്ചത് എങ്ങനെ കൈകാര്യം ചെയ്യുന്നു. നമ്മൾ സിനിമയെ പ്രവർത്തിച്ചൊരു അനുഭവ സമ്പത്തുകൊണ്ട് തല ദിവസങ്ങളിൽ നമ്മളത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ട് വെക്കാം. ക്രൗഡ് ഫണ്ടിങ് അങ്ങനെ തുടങ്ങുകയും പിന്നെ എനിക്കറിയാം എൻ്റെ ഐഎസ്എഫുകാരായ കൂട്ടുകാരൻ എനിക്ക് 20 ലക്ഷം രൂപ വരുന്നറിയാം. ബാങ്കിൽ ലോൺ എടുത്തപ്പോൾ ഐഎസ്എഫിൻ്റെ ഐഎഫിൻ്റെ ഒക്കെ മുന്നേതാവ് നവ്യ തമ്പി ചേട്ടാ അതിൻ്റെ പകുതി ലോൺ ഞാൻ അടച്ചോളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലോൺ ജോലി അവളടച്ചോളാന്ന് പറഞ്ഞു. അതുപോലെ എൻ്റെ ഒരു ഏറ്റവും സുഹൃത്ത് വിവേകിൻ്റെ ഭാര്യ, അവൾ EWS നിയമത്തിന് പേടിച്ചിരുന്ന ഒരാളാണ്. കാരണം അവൾ ജോഗ്രഫി, അവൾ +2 അധ്യാപികയായിരുന്നു. അപ്പോൾ ജോഗ്രഫിയിൽ ലെക്ചറായിട്ട് കയറിയാണ്. അപ്പോൾ ജോഗ്രഫി ഈ കോളേജിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിട്ട് കയറുമ്പോൾ ഒരു പോസ്റ്റൊക്കെ വരുള്ളൂ, കാലങ്ങളെ എൻ്റെ വിളിക്കുള്ളൂ. അപ്പോൾ EWS ഇംപ്ലിമെൻറ്റിൽ തൊട്ട് മുമ്പാണ് വാവച്ച എഴുതിയത്, രേഷ്മ പേര്. അപ്പം അവൾ പറയും പൊന്ന് ചേട്ടാ അതെങ്ങാനും വന്നിട്ടായിരുന്നെങ്കിൽ എനിക്ക് കിട്ടൂല. ഈ കൊച്ചി കോർപ്പറേഷനുള്ള കോടീശ്വരൻ്റെ കോഴിക്കോട് കോർപ്പറേഷനിൽ 50 സെന്റ് ഭൂമിക്കാരനോ 45 സെന്റ് ഭൂമിക്കാരനായ കോടീശ്വരൻ്റെ പാവപ്പെട്ട മക്കൾക്ക് കിട്ടും. അർഹതപ്പെട്ട വച്ചിട്ട് രേഷ്മയുടെ സീറ്റ് പോകും. അപ്പോൾ അവളുടെ താലിമാല എനിക്ക് പണയം വയ്ക്കാൻ തന്നിട്ടുണ്ട് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോഴേക്കും ലോൺ ശരിയായി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ കരഞ്ഞുകൊണ്ട് എനിക്ക് 1000 രൂപയൊക്കെ തന്ന മകനെ കൊണ്ട് 1000 രൂപ എന്നൊരു വാപ്പുണ്ട്. റോട്ടിസം ബാധിച്ച കുട്ടീനെ കൊണ്ട് പ്രശാന്ത് കലക്കും നീ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഭയങ്കര രസകരവും വൈകാരികമായ ഒരുപാട് നിമിഷങ്ങളിലൂടെ കടന്നു പോകാൻ പറ്റിയിട്ടുള്ള ഒരു സിനിമയാണ്.
സിനിമ കഴിഞ്ഞിട്ട് അതെ എൻ്റെ ജാതിപ്രാതെന്നൊക്കെ വിളിച്ചൊരാ എൻ്റെ ഏറ്റവും കൂട്ടുകാരൻ്റെ അമ്മയുണ്ട്. അമ്മ സിനിമ കഴിഞ്ഞിട്ട് പറഞ്ഞു മോനെ സോറിയടാ ഇനി ഞാൻ വിളിക്കൂലെന്ന് പറഞ്ഞു. അതുപോലെ ഒരു കൂട്ടുകാരൻ. അങ്ങനെ ഈ സിനിമ എന്നത് മറക്കാനാവാത്ത ഒരുപാട് അനുഭവങ്ങളും ഓർമ്മകളാണ്. അത് പക്ഷെ ഇത്ര നല്ലൊരു സിനിമയായിട്ടും ഇതിന് ശരിക്കും അനുമതി ചെയ്ത് ഇപ്പോൾ പബ്ലിക് ഷോ അല്ല, പ്രൈവറ്റ് ഷോ ആണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഒരു കാര്യം, ഒരു പക്ഷേ ഈ പല ഇത് പറയാറുണ്ട്, ഇങ്ങനെ എന്താ പറയുക, ഇതൊരു ശാപം അനുഗ്രഹമായിട്ട് മാറുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവാറുണ്ട് പറയാറുണ്ട്. അതുപോലെ ഇതൊരു പക്ഷേ ഇത്ര അധികം ചർച്ച ചെയ്യപ്പെടുകയും ഇത്ര അധികം മനുഷ്യർ കാണുക, ഒരു പക്ഷേ തിയേറ്ററിലാണെങ്കിൽ ഇത്ര തന്നെ പോകുമോ അറിയില്ല, ചിലപ്പോൾ ഇത് കൂടുതൽ കാണുമായിരിക്കും. പക്ഷേ എന്നാലും ഇപ്പോൾ എന്താ വെച്ചാൽ ഇത് വളരെ പൊളിറ്റിക്കലായിട്ടുള്ള ടീമുകൾ, എനിക്ക് തോന്നുന്നു സിനിമ സംവിധാനം ചെയ്ത പോലെ തന്നെ, അല്ലെങ്കിൽ സിനിമയുടെ പിന്നാമ്പുറത്ത് അണിയറ കാര്യങ്ങളുടെ പോലെ തന്നെ വളരെ പൊളിറ്റിക്കലായിട്ടാണ് ഇത് ആൾക്കാർ കാണുന്നത്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ പ്രദർശനം നടക്കുന്നത് ഇത്തരം കൂട്ടായ്മകളാണ് അല്ലെ. അത് ചേച്ചി പറഞ്ഞല്ല, ഒരു പക്ഷേ നമ്മൾ തിയേറ്ററിലേക്ക് മൊത്തം ഇറക്കിയിരുന്നെങ്കിൽ ചിലപ്പോൾ ഇത് ഉണ്ടാവണമെന്നില്ല. ഒരു പക്ഷേ ചിലപ്പോൾ ചർച്ച ചെയ്യപ്പെടാൻ ചെയ്യും, കാരണം നമ്മളെല്ലാം ആർട്ടിസ്റ്റുകളൊന്നും ഇല്ലല്ലോ വലിയ. അപ്പം അത് പിന്തള്ളപ്പെട്ടു പോകാനാണ് സാധ്യത. പിന്നെ ഈ സിനിമയുടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാലും നമ്മൾ സാമ്പ്രദായിക രീതികളിലല്ല, ഇടയ്ക്ക് നമ്മ ചില ന്യൂസ് എലമെന്റ്സ് കയറ്റി വിടുന്നുണ്ട്, അതിനുശേഷം വീണ്ടും സിനിമയിലേക്ക് വരുന്നുണ്ട്, വാർത്തകൾ ഉൾപ്പെടെ വരുന്നുണ്ട്. സിനിമയുടെ തുടക്കം കേരളത്തിൽ നിൽക്കുന്ന ജാതീയതയുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ്. എന്നാൽ വിദ്യാഭ്യാസം ഈ വിഷയം നമ്മൾ പരാമർശിക്കുന്നില്ല. സവർണ്ണ സംവരണം, വിദ്യാഭ്യാസം, തൊഴിലിടങ്ങളിലെ പ്രശ്നമൊന്നും. കേരളം എന്ന് പറയുന്ന പുരോഗമന കാപട്യം, എത്രത്തോളം കാപട്യമുണ്ട് പുരോഗമന കേരളത്തിൽ എന്നുള്ളത് കാണിച്ചുകൊണ്ട് നമ്മുടെ സിനിമ തുടങ്ങുന്നത്. മുഖ്യമന്ത്രിനെ ഈ പറഞ്ഞ വിളിച്ചതിൽ നിന്ന് ആ ന്യൂസ് എലമെന്റ് ഉൾപ്പെടെ കാണിച്ചിട്ടില്ല തുടങ്ങുന്നത്. അത് കഴിഞ്ഞിട്ട് സിനിമയിലേക്ക് പോകുന്നു. പിന്നെ ഈ സിനിമ പറയുന്നപ്പോൾ എന്താണ്, വാസ്തവമാണോ സത്യസന്ധമാണോ എന്നുള്ള രീതിയിൽ കുറച്ച് ന്യൂസ് എലമെന്റ്സ് കൊടുക്കുന്നു. പിന്നീടും സിനിമയിലേക്ക് വരുന്നു, പോരാട്ടത്തിലേക്ക് നിർത്തിയിട്ടാണ് നമ്മൾ സിനിമ അവസാനിക്കുന്നത്. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള അതിലൊരു ഡയലോഗ് വളരെ പ്രധാനമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഗുരുമാനവീയം പരിപാടിയിൽ വെച്ചുകൊണ്ട് സണ്ണി മാഷ് അത് പറയുകയുണ്ടായി. പണക്കാരുടെ വീട്ടിലെ മാർക്കില്ലാത്ത കുട്ടികൾക്കുള്ള സംവരണമാണോ ഈ പിന്നെ സാമ്പത്തിക സംവരണം എന്നുള്ളൊരു ചോദ്യം കുട്ടികൾ തമ്മിൽ ചോദിക്കുന്ന ഒരു വളരെ ശരിക്കും പറഞ്ഞാൽ ആ സിനിമയുടെ കാതൽ അല്ലേ. ഭയങ്കര സന്തോഷം ഉണ്ടാക്കിയ കാര്യം സണ്ണി മാഷ് തിരുവനന്തപുരത്ത് ഗംഭീര ഷോ ആയിരുന്നു. ആ തിരുവനന്തപുരത്ത് വെച്ചിട്ട് കണ്ടിട്ടാണ് മാഷ് പറയണത്. അപ്പൊ ആ ഓർമ്മ ഇന്നും, അതായത് നമ്മളൊരു സിനിമയുടെ ക്രിയേറ്റർ സംവിധായകൻ നമുക്ക് വലിയ ഒരു കൊല്ലം കഴിഞ്ഞിട്ടും ഒരു വർഷത്തോളമായി ഇവിടെ വരുമ്പോൾ ആ സീൻ ഓർത്തെടുത്ത് പറയാന്ന് വെച്ചാൽ, കാരണം ആ കുട്ടികൾ ഒരു കുട്ടി ചോദിക്കുന്നത് എഴുതാൻ മറ്റേ അക്ഷയെ കുറിച്ച് ചേച്ചിക്ക് പറഞ്ഞുകൂടാ. ഇത് ചില ടീച്ചർമാരോട് പറഞ്ഞിട്ടുണ്ട്, ഇവർ പലർക്കും അറിഞ്ഞൂടെ EWS പിന്നോക്കാർക്ക്, കാരണം അവർക്ക് അറിയേണ്ട കാര്യമില്ല, എന്തോ കോട്ട അവർക്ക് കിട്ടുന്നുണ്ടെന്നുള്ള ഇനം. നമ്മുടെ സിനിമയിൽ PWD EWS എന്നൊക്കെ പറയുമല്ലോ പാർട്ടിക്കാർ. ഉച്ചകൾക്കൊന്നും അറിയില്ല, പാവങ്ങളാണ്, ആത്മാർത്ഥമുള്ള പാർട്ടിക്കാരുള്ള CPI ഭയങ്കര അത്രയും ആത്മാർത്ഥയല്ലേ. എന്നിട്ട് അപ്പം ഈ കുട്ടികൾക്ക് ഇത് ഇങ്ങനെ ചോദിക്കുന്നില്ല, എന്താണ് പഠിക്കാത്ത പണക്കാരുടെ മക്കൾക്കുള്ള കോട്ടയായിരിക്കും എന്നല്ല ചോദിക്കുന്നത്. കാരണം അവർ ഇങ്ങനെ ചോദിക്കാൻ പറ്റൂല, കാരണം പഠിക്കാത്ത സവർണരായ അങ്ങനെ ചോദിക്കാനാറോടാ. സംബന്ധിച്ചിടത്തോളം ജാതി ഒന്നുമില്ല, ഈ പഠിക്കാത്ത അവർ ഭയങ്കര നിഷ്കളങ്കരാണ്, അവരങ്ങനെ ആലോചിക്കുള്ളൂ. പഠിക്കാത്ത അതൊരു ക്ലാസ് ഹ്യൂമറാണെന്നുള്ള അർത്ഥത്തിലാണ് സണ്ണി മാഷ് പറഞ്ഞത്. അത് അങ്ങനെ തന്നെയാണ്. അത് ഭയങ്കര സന്തോഷമാണ് അത് അങ്ങനെ. പിന്നെ പല ക്യാമ്പസിൽ കാണിക്കുമ്പോഴൊക്കെ നമ്മുടെ ഹ്യൂമറൊക്കെ വർക്കൗട്ട് ആവുന്നതും സിനിമ എന്നുള്ള അർത്ഥത്തിൽ നമ്മൾ ഇതിന്റെ ഒപ്പം നടക്കായിരുന്നില്ല. അപ്പൊ ആ അർത്ഥത്തിലും വലിയ സന്തോഷം നൽകിയൊരു സിനിമയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. പിന്നെ മ്യൂസിക് ഡയറക്ടർ, ഞാൻ കുറേ മ്യൂസിക് ഡയറക്ടർ പറയാണ്ടിരിക്കുക, എല്ലാവരും ടെക്നീഷ്യന്മാരൊക്കെ ഒപ്പം നിൽക്കുന്ന ആളായിരുന്നു കേട്ടോ. മ്യൂസിക്കിന് ഒരു പ്രാധാന്യമുണ്ട്. മ്യൂസിക് ഡയറക്ടർ ഞാൻ കുറേ മ്യൂസിക് ഡയറക്ടർമാരൊക്കെ നോക്കിയിരുന്നു. അപ്പൊ അതൊന്നും ഇങ്ങോട്ട് ശരിയാവണില്ല. അങ്ങനെ എൻ്റെ ഒപ്പം പഠിച്ചിരുന്ന ഹരിമുരളി തന്നെ, പിന്നെ ഇതിന്റെ സൗണ്ട് ഡിസൈനർ പ്രിൻസ്, ഇവരൊന്നും പൈസ മേടിച്ചിട്ടില്ല കേട്ടോ. ഒപ്പം പഠിച്ചിരുന്നവരാണ്. ക്യാമറമാൻ നിതിൻ, ക്രിയേറ്റ് ഡയറക്ടർ തൻവിൻ, എൻ്റെ കൂടെ എല്ലാമാണ്. അവൻ അനിയനെ പോലെയാണ്. ജോഷ് സാറിന്റെ ലൈലാവലിൽ തുടങ്ങിയുള്ളതാണ്. അവനാണ് എൻ്റെ വലിയ ആത്മവിശ്വാസം. കാരണം അവൻ ഈ കാശൊപ്പിക്കല് ആ പരിപാടി ഈ പരിപാടിയൊക്കെ നടക്കുന്നുണ്ടല്ലോ ഇത് ഷൂട്ടിൻ്റെ ഇടയിലും. ചില നാളത്തേക്ക് കാശ് ഉണ്ടാവില്ല, അപ്പൊ നാളെ വിളിച്ചിട്ട് മറ്റേ പൈസ അറിഞ്ഞ് ഇവിടെ വിളിക്കുക. അപ്പോൾ പറയാ ചേട്ടാ തായ്മാല പണയം വയ്ക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പൊ ഇവനെ കുറെ കാര്യം ലയിപ്പിക്കുക. അങ്ങനെ എല്ലാവരും കൂടിയാണ്. അപ്പൊ ഇതിന്റെ മ്യൂസിക് അവൻ കയറി വരികയാണ്. ഹരി കയറിയിട്ട് രണ്ട് പാട്ട് വന്നു പറഞ്ഞോ. എന്നെ സംബന്ധിച്ചിടത്തോളം ശരിക്കും ചിലപ്പോൾ ഒരു കൊമേഴ്ഷ്യൽ സിനിമയ്ക്ക് ആയിരുന്നെങ്കിൽ ആ പാട്ട് ഹിറ്റ് ആവേണ്ട പാട്ടാണെന്ന് വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഇവരുടെ ഒരു കൂട്ടായ്മയിൽ ഇങ്ങനെ ഒരു പിന്നെ ഇപ്പോൾ നമുക്കറിയാം ഇന്നത്തെ ഒരു കേരള രാഷ്ട്രീയത്തിൽ ഇപ്പം ഞാനും കഴിഞ്ഞ ദിവസം ഗുരുമാനവീയം പരിപാടിയിൽ പങ്കെടുക്കുകയുണ്ടായി. അപ്പം അവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ അവിടെ നിന്ന് ഉയർന്നു വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയമുണ്ട്.
അതൊന്ന് എങ്ങനെയാണ് ഈ ഒരു രാഷ്ട്രീയത്തിലേക്ക് എത്തുന്നത്? അതിന്റെ ഞാൻ വിചാരിക്കുന്നത് അതിന്റെ സംഘാടകരിൽ പ്രധാനപ്പെട്ട ഒരാളും കൂടിയായിരുന്നു പ്രശാന്ത്. ഉറപ്പായിട്ടും. അപ്പൊ എങ്ങനെയാണ് ആ ഒരു രാഷ്ട്രീയം അവിടെ ഉയർന്നു വന്നിട്ടുള്ള ഒരു രാഷ്ട്രീയത്തിന്റെ ഒരു പ്രാധാന്യമുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് വിശദീകരിച്ചത്. അതായത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന ശ്രീനാരായണ സമുദായങ്ങൾ, ഇവൻ ഈഴവ സമുദായത്തിൽ യാതൊരു വിലയില്ലാത്തതെന്ന് പറയണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ശാഖ മെമ്പറല്ല. SNDP യൂണിയനുകളിൽ ഈഴവ സമുദായത്തിന്റെ ചിലപ്പോൾ 5% ഉണ്ടാവുള്ളൂ. ഈ ഈഴവ സമുദായം സത്യത്തിൽ CPI, CPM, BJP ആയിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുകയാണ്. കോൺഗ്രസ് പാർട്ടികളിൽ വരെയും അത്രത്തോളം ഈഴവ സമുദായം ഇല്ല. ഈഴവ സമുദായം ഉള്ളതുകൊണ്ട് നിലനിന്ന് പോകുന്ന 2 പാർട്ടികളാണ് സത്യത്തിൽ CPI, CPM. അല്ലെങ്കിൽ നിൽക്കാൻ പറ്റില്ല അവർക്ക്. അപ്പം അതുകൊണ്ട് തന്നെ വെള്ളാപ്പള്ളി നടേശനല്ല ഈഴവ സമുദായം. പക്ഷെ അദ്ദേഹം ശ്രീനാരായണ ധർമ്മപരിപാലന യോഗത്തിന്റെ ശ്രീനാരായണ ധർമ്മപരിപാലന യോഗമാണ്. ശ്രീനായർ ധർമ്മപരിപാലന യോഗമോ ശ്രീ നമ്പൂതിരി ധർമ്മപരിപാലന യോഗം അല്ല, ശ്രീനാരായണ ധർമ്മമാണ് പരിപാലിക്കേണ്ടത്. അപ്പൊ അല്ലാണ്ട് ഈഴവ ധർമ്മപരിപാലന യോഗമല്ല. ഒരു പ്രശ്നമുണ്ട്. ഇപ്പൊ നായർ സർവീസ് സൊസൈറ്റിയാണ്. യോഗക്ഷേമ സേവ നമ്പൂതിരി സമുദായമായിട്ട് ബന്ധപ്പെട്ടും അവർ അങ്ങനെയാണ്. പക്ഷെ അങ്ങനെയല്ല അതിന്റെ ടൈറ്റിൽ വരും. അപ്പൊ അവിടെ ഇരുന്നു കൊണ്ട് സഹോദരൻ അയ്യപ്പനും ഡോക്ടർ പൽപ്പുവിനൊക്കെ പോലുള്ള മഹാരഥന്മാരെ നയിച്ചിരുന്ന ഒരിടത്തിരുന്നു കൊണ്ട് ഇത്തരത്തിലുള്ള മതവിദ്വേഷം പറയുന്നത്, അതായത് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സഹോദരത്തേന വാഴുന്ന മാതൃകാ സ്ഥാനമാണിതെന്ന് നമ്മളെല്ലാവരും അറിയാം. ഗുരുദർശനങ്ങൾ കൊണ്ട് നിൽക്കേണ്ട അതിൻ്റെ അമരത്തിരുന്ന് പറയുന്നത് അത് സത്യത്തിൽ കേരളത്തിനും കൂടി നാണക്കേടാണ്. അല്ലാണ്ട് സത്യത്തിൽ ഈഴവരുടെ മാത്രം ബാധ്യതയൊന്നുമല്ല. പക്ഷെ പറയൂല അത് കൂടുതൽ. പക്ഷെ അത് ഈഴവരുടെ ഞാൻ വിശ്വസിക്കുന്നത് അത് ഈഴവരുടെ ബാധ്യതയൊന്നുമല്ല. ഇതിന് ഉത്തരമന അയാൾക്ക് എന്ത് അദ്ദേഹം പറഞ്ഞ ഒരാൾ പോലും അയാൾ തന്നെ പറയും വെള്ളാപ്പള്ളി ഒരാൾ പോലും ജയിച്ചിട്ടില്ല. അദ്ദേഹം തോൽപ്പിക്കണം എന്ന് പറഞ്ഞ ആളൊക്കെ ജയിച്ചിട്ടുണ്ട്. അതാണ് ഒരു കോമഡിയൊക്കെ മനസ്സിലാക്കേണ്ടത് നമ്മ. അപ്പൊ അല്ലെ SNDP പോലും അയാൾക്ക് ഇപ്പൊ എത്രമാത്രം ഇല്ല. അതാണ് കാരണം ഇതില്ലെങ്കിൽ ഇപ്പൊ ചില പാർട്ടി സംവിധാനങ്ങൾ പോലെ അയാളെ ചോദ്യം ചെയ്യാൻ പറ്റുന്നില്ല. അത് ഇപ്പൊ കൊടുങ്ങല്ലൂർ യൂണിയനൊക്കെ ഫ്രീസ് ചെയ്തേക്കുന്നു. നമുക്കറിയാം ചില മണ്ഡലം കമ്മിറ്റികൾ CPM, CPI ഒക്കെ ഫ്രീസ് ചെയ്യും. നേതൃത്വം ഇടപെടണം. പോളിറ്റ് ബ്യൂറോ തീരുമാനിച്ചാൽ അതില്ല, മരവിപ്പിക്കും. അപ്പൊ അദ്ദേഹത്തിന് പറ്റും. അതിനകത്ത് SNDP അദ്ദേഹത്തിന് വേണ്ടി വിളിച്ചു കിടക്കുന്നവർ വരെയും അദ്ദേഹത്തിന് അനുകൂലികളൊന്നുമില്ല. മാത്രമല്ല 5% ഉള്ളൂ. പക്ഷെ ഇത് നമ്മൾ പറയേണ്ടതുണ്ട്. മാത്രമല്ല കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനം എന്നൊക്കെ അവകാശപ്പെടുന്ന ഇടതുപക്ഷമാണ് ഈ ഹിന്ദുത്വയ്ക്ക് വേണ്ടി ഇപ്പൊ പണിയെടുക്കുന്നുള്ളൊരു അവസ്ഥ സംജാതമായിട്ടുണ്ട്. CPM ഈ വെറും എന്താണ് ഇസ്ലാമോഫോബിയ വിഷം തുപ്പിക്കൊണ്ടിരിക്കുന്ന ഇയാളാണ് ഇപ്പോഴും അവരുടെ നവോത്ഥാന. അതെ. അതോടൊപ്പം ഇപ്പൊ മുഖ്യമന്ത്രിയുടെ സന്തത സഹചാരി എന്നൊക്കെ പറഞ്ഞ പോലെയാണ് കൂട്ടി കിടക്കുന്നത്. പിന്നെ പക്ഷെ ഇപ്പൊ അവർ കുഴപ്പമില്ല. കാരണം അറിയോ, അവരും ഈ BJP വലിയ അന്തരം നമുക്ക് കാണാൻ പറ്റുന്നില്ല ഐഡിയോളജിക്കലി. ഐഡിയോളജിയിൽ കാരണം ഇവര് എന്നിട്ട് CPM, BJP എന്ന് പറഞ്ഞാൽ തല്ലിക്കൊല്ലിച്ചാവാനും ഈ പാവപ്പെട്ടവരുള്ളൂ. അത് വേറെ കാര്യം, പിന്നോക്കാര്. പക്ഷെ ഇവര് ആശയപരമായിട്ട് ഒന്നാണ് നിലവിൽ. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ സജി ചെറിയാന്റെ കോർത്തുവാനം നോക്ക് എന്തൊക്കെ മോശം എങ്ങനെ പറയാൻ സാധിക്കും എന്നുള്ള അത്ഭുതമുണ്ട്. അത്ഭുതപ്പെടേണ്ട കാരണം അവർ മനസ്സിലുള്ളതാണ് പറയുന്നത്. അവർ ഇസ്ലാമോഫോബിക് പരിസരങ്ങൾ വളർത്താൻ CPM ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. CPM വലിയ വില കൊടുക്കേണ്ടി വരും. ഇപ്പൊ CPI പക്ഷെ ഇടയ്ക്ക് വെള്ളാപ്പള്ളിക്കെതിരെ പറഞ്ഞിട്ടാ. പക്ഷെ CPI പിന്നെ പറയാൻ പറ്റിയില്ല. വിനോദ് വിശ്വം സഖാവ് പറഞ്ഞാണ് വെള്ളാപ്പള്ളിക്കെതിരെ എഴുതി കൊടുത്തിട്ടൊന്നുമില്ല എന്നുള്ളത് പറഞ്ഞ് മിണ്ടാണ്ട മുട്ടി. അവർ CPIക്ക് പറഞ്ഞ CPI പ്രതീക്ഷ CPI ഭേദപ്പെട്ട പാർട്ടിയാണെന്നൊരു അഭിപ്രായമുണ്ട്. CPI അടിമുടി CPM സവർണ ഹിന്ദുത്വ പാർട്ടി ആയിട്ടില്ല എന്ന് വിശ്വസിക്കുന്ന ആളെ ഞാൻ. CPI കാരനായോണ്ടല്ല, പഴയ CPI സുഹൃത്തുക്കളുള്ളതുകൊണ്ടല്ല. കാരണം അവർ ഈ അടുത്താണ് ഈ സവർണ സമരത്തിനെതിരെ അവരെ പോണ്ടിച്ചേരി കോൺഗ്രസിൽ പ്രമേയം പാസ്സായത്. പക്ഷെ പറയാം അതാണ് ഇവിടെ പറ്റില്ല. CPM അടിമപ്പെട്ടിരിക്കുകയാണ് ശരിക്കും. CPI കേരളത്തില് എനിക്ക് തോന്നിയൊരു കാര്യം, കേരളത്തില് ശരിക്കും പറഞ്ഞാൽ വലിയ ജനകീയ പ്രതിരോധങ്ങൾ ഉയർന്ന സമയത്തൊക്കെ CPI അതിൽ ഇടപെടുകയും ഒരു സേഫ്റ്റി വാൾവ് എന്നുള്ള രീതിയിൽ ജനങ്ങളുടെ ഈ മുന്നേറ്റത്തെ ബ്ലോക്ക് ചെയ്യുന്ന രീതിയിൽ ഒരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് CPI. എപ്പോഴും സേഫ്റ്റി വാൾവ് എന്നുള്ള നിലയ്ക്ക് ഒരു പൊട്ടിത്തെറി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ സേഫ്റ്റി വാൾവായിട്ട് പ്രവർത്തിക്കുക. ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വലിയ മുന്നേറ്റം ഉണ്ടാവുന്ന സമയത്ത് അതിനെ ബ്ലോക്ക് ചെയ്യാൻ നോക്കി കാണാവുന്നതാണ്. ഇപ്പൊ വ്യാജ ഏറ്റുമുട്ടല്, അതുപോലെ സവർണ സമരം, ഒരുപാട് കാര്യങ്ങൾ. അതായത് ഈ കറക്റ്റാണ് BJP പറഞ്ഞത്. അങ്ങനെ വേണമെങ്കിൽ നോക്കി കാണാം. അതായത് ഈ വ്യാജ ഏറ്റുമുട്ടൽ കൊലപാതകം മാവോയിസ്റ്റുകളായിട്ടുള്ള ആളുകൾ എത്ര 9 പേരാണ് വന്നത്. ഭയങ്കര സ്റ്റേറ്റ്മെന്റ് നടത്തുന്നു. ഒരു മൂവ്മെന്റിനെ ചിലപ്പോൾ റദ്ദ് ചെയ്യുന്നല്ലേ. അതൊക്കെ അത് അങ്ങനെ നോക്കി കാണാവുന്നതാണ്. പക്ഷെ ഇവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്നത് ശരിക്കും ഭയങ്കര വഞ്ചന നടത്തുന്ന CPI ആണ്. കാരണം CPIക്ക് ഒരു നിലപാടുണ്ടാവുകയും എന്നിട്ട് പറയാതിരിക്കുകയും ചെയ്യുന്നു. CPMന്റെ നിലപാട് CPIക്കാർ 90% പേർക്ക് അറിയാം. ഇത് EWS നിയമം എന്ന് പറഞ്ഞത് EMS നിയമമാണെന്ന്. തമാശ അതാണ്.
CPM CPI കാരനായിരുന്ന കാലത്ത് നടപ്പിലാക്കാൻ നോക്കിയാണ് 51-ൽ മുന്നോട്ട് വെച്ചൊരു സാധനം. മുന്നോട്ട് അന്ന് ഞാൻ അമലിന്റെയും പലരുടെ പ്രശ്നങ്ങൾ ഇത് മനസ്സിലാക്കണേ. NE ബൽറാമും അച്യുതമേനോനൊക്കെ ഇതിന്റെ അകത്ത് കൃത്യമായ സ്റ്റാൻഡ് ഉണ്ടായിരുന്നു. അവരുടെ പുസ്തകങ്ങൾ ഞാൻ NE ബൽറാം പുസ്തകം ഞാൻ വായിച്ചിട്ടുണ്ട്. സവർണ്ണ സംവരണം അല്ലെങ്കിൽ സാമ്പത്തിക സംവരണം എന്ന് പറഞ്ഞാൽ ആലോചന തന്നെ ബ്ലണ്ടറാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് പറയുന്നത്. ആലോചന തന്നെ മാറ്റി വെക്കണമെന്ന്. എന്നിട്ട് EMS തിരുത്തുന്നതിലൊക്കെ പങ്കുവെച്ചെന്ന് ഞാൻ മനസ്സിലാക്കണം. പക്ഷേ EMS CPM ഉണ്ടായപ്പോൾ ഈ ഐഡിയോളജി അവിടെ ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. CPM-ന്റെ തത്വികാചാരനായിട്ടാണല്ലോ കാണുന്നത്. അത് EMS നിയമമാണ് ശരിക്കും ഇത്. ഭരണപരിഷ്കാര ചെയർമാനായിരിക്കും. അതെ 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 51-ലാണ് ഈ ഒരു ആശയം ആദ്യമായിട്ട് കേരളത്തിൽ മുന്നോട്ട് വെക്കുന്നത്. അത് വളരെ എന്താ പറയുക, ചരിത്രത്തിൽ അദ്ദേഹം ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ. അതാരോ CHO ആരോ പറയുന്നതാണ് പൂണൂര് അകത്തിട്ട് കിടക്കുന്ന ആളാണ്, ഉള്ളിലല്ല അകത്തിട്ട് പുറത്തിട്ടല്ല ഉള്ളിലായിട്ട് കിടക്കുന്ന പറഞ്ഞിട്ട്. അതുപോലെ ഞാൻ വേറൊരു EMS അതായത് ഈ ജാതി സംവരണം ഇതൊക്കെ ജാതിബോധം കൂട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു പ്രസംഗം നടത്തിയിട്ടുണ്ട് അത്രേ. അപ്പൊ അച്യുതൻ എന്ന് പറഞ്ഞ കോൺഗ്രസിന്റെ MLA കണ്ട് മറുപടി കൊടുത്ത് ജാതിബോധമൊക്കെ കൂട്ടുന്നുണ്ടെങ്കിൽ അന്ന് ചർച്ച ഉണ്ടായിരുന്നുള്ളതാണ്. ആദ്യം ജാതിവാര് മാറ്റിയിട്ട് അതിനെ കുറിച്ച് പറയുന്നില്ല വന്നിട്ടുണ്ടല്ലേ, ഞാനത് എവിടെയോ കേട്ടിട്ടുണ്ടല്ല. അപ്പൊ അന്നും ഉണ്ടായിരുന്നു ഈ ചർച്ചകളൊക്കെ. ഞാനൊക്കെ ആലോചിച്ചിരുന്നത് ഒരു പണ്ടൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ള രീതിയിൽ എനിക്കൊരു തോന്നലുണ്ടായിരുന്നു ജാതിവാൽ ചർച്ചകളൊക്കെ. സാഹോദര്യ രാഷ്ട്രീയത്തിന്റെ ഒരു കാര്യം കമ്മ്യൂണിറ്റി പൊളിറ്റിക്സ് അതിന്റെ ഒരു പ്രാധാന്യമാണല്ലോ നമ്മളിപ്പോ കൊടുങ്ങല്ലൂരെ. അതൊന്ന് അപ്പൊ ഇത്തരത്തിൽ വെള്ളാപ്പള്ളി നടേശൻ അപ്പൊ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുന്നതിനെ പ്രതിരോധിക്കേണ്ട ഒരു ആവശ്യമുണ്ട്. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശൻ യാതൊരു തരത്തിലും ഈ സമുദായത്തിന്റെ സാമുദായിക രാഷ്ട്രീയത്തിന് വേണ്ടി നിൽക്കുന്നുമില്ല. അത് ഇത്തരത്തിലുള്ള ക്രൂരത നാട്ടിൽ അരങ്ങേറുമ്പോ അദ്ദേഹം ഹിന്ദുത്വയ്ക്ക് ഉണ്ടാക്കാൻ നടക്കുകയാണ്. ഒരിക്കലും കൂട്ടൂല, കൂട്ടാൻ വേണ്ട, നമുക്ക് ആഗ്രഹമൊന്നുമില്ല പറയണേ. വെള്ളാപ്പള്ളി നടേശൻ തന്നെ അപമാനിതനായ അർത്ഥത്തിൽ നമുക്കറിയാം. പിറ്റേ ദിവസം NSS പറഞ്ഞത് ആലോചിച്ചിട്ട് പറ്റൂല എന്ന് പറഞ്ഞു. കാരണം അവർ കൃത്യമായ സാമുദായിക ബോധമുണ്ട്. ഈഴവരടിപ്പിക്കാൻ പറ്റില്ല എന്നറിയാം. അല്ലെങ്കിൽ ഈ SNDP NS നയിക്കുന്ന ആദ്യമല്ല എന്നുള്ള യാഥാർത്ഥ്യമാണ്. അപ്പൊ കേരളത്തിൽ ഇപ്പൊ വർദ്ധിച്ചു വരുന്ന ഹിന്ദുത്വനെ ബ്ലോക്ക് ചെയ്യണമെങ്കിൽ പിന്നെ അതോടൊപ്പം ഈ സവർണ്ണ ഹിന്ദുത്വ ടൂളായി മാറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ഇവിടെ ഈഴവരും മുസ്ലിങ്ങളും എന്ന് പറയുന്ന കേരളത്തിലെ പ്രബല വിഭാഗം ഐക്യപ്പെട്ടാൽ സവർണ്ണാധികാര കേന്ദ്രങ്ങൾക്ക് ഉണ്ടാകുന്ന ഭീഷണി കൃത്യമായിട്ട് അവർക്കറിയാം. നമുക്കറിയാം പ്രധാനപ്പെട്ട ഇവിടെ കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന നായർ സമുദായമാണ്. ഏതിന്റെ കൂടെ ആണെങ്കിലും LDF ആണെങ്കിലും UDF ആണെങ്കിലും ആരാണെങ്കിലും ഇപ്പൊ BJP ആണെങ്കിലും എല്ലാത്തിനകത്തും ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ ഡീപ് സ്റ്റേറ്റ് NSS ആണെന്ന് പറയാം. കൃത്യമായിട്ട് അത് നിയന്ത്രിക്കാൻ പറ്റാറ്. NSS എന്ന് പറയുന്നത് അറിയില്ല, നായർ സമുദായമാണ്. അപ്പൊ അതുകൊണ്ട് ഈ പിന്നോക്ക വിഭാഗങ്ങളുടെ ഐക്യം എന്നുള്ളതിനെ കീഴാള വിഭാഗങ്ങളുടെ ഐക്യം അത് ഉയർത്തി കൊണ്ടുവരിക എന്നുള്ളൊരു രാഷ്ട്രീയം ഒരു പക്ഷേ പണ്ടേ സഹോദരൻ അയ്യപ്പൻ മുന്നോട്ട് വെച്ചിരുന്ന പ്രക്ഷോഭം വലിയ മൂവ്മെന്റ് ആയിരുന്നല്ല. അപ്പൊ അമ്പലം തുറന്നെടുത്ത് പറ്റിച്ച് നിലവിലെ കേരളത്തിൽ അതിനൊരു വലിയ പ്രാധാന്യമുണ്ട്. ഉറപ്പായിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് വന്നാലേ ഈ സവർണ്ണ സംവരണം പിൻവലിക്കപ്പെടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ജാതി സെൻസസ് എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഉറപ്പായിട്ടും ജാതി സെൻസസിന് വേണ്ടിയുള്ള പോരാട്ടം വേണ്ടി വരും. ജാതി സെൻസസിന് വേണ്ടിയുള്ള പോരാട്ടം നടന്നാൽ തന്നെ സവർണ്ണ സംവരണം ചിലപ്പോൾ പിൻവലിക്കും എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷെ ചിലരും പറയട്ടെ ഇതൊരിക്കലും പിൻവലിക്കില്ല നടപ്പിലാക്കിയത്. അങ്ങനെ അസാധ്യമായതൊന്നും ഇല്ല എന്ന് വിശ്വസിക്കുന്ന ആളെ ഞാൻ. ഈ സിനിമ എങ്ങനെ സാധ്യമായി? അത് ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ളൊരു കാര്യം. അതെ അതെ അതെ. അപ്പൊ അത്രത്തോളം സാധ്യമല്ല. കാരണം ഇത് കുട്ടികളുടെ നമ്മുടെ ഭാവി തലമുറയുടെ വിഷയമാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ഐക്യം സ്വാഭാവികമായിട്ട് നാളുകളിലെങ്കിലും രൂപപ്പെടും. കേരളത്തിൽ ഈ പ്രബല സമുദായങ്ങൾ ഒന്നിച്ച് തന്നെ തീരുള്ളൂ. ഇവരുടെ കുട്ടികളാണ് ബാധിക്കുന്നത്. ഈ ഈഴവരും മുസ്ലിങ്ങളെ കുട്ടികളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. എൻ്റെ ഭാര്യ ഇപ്പോൾ വിശ്വകർമ്മ സമുദായമാണ്. അവരൊന്നും വേണമെങ്കിൽ ദളിത് സമുദായത്തിന് വരെ ആനുപാതിക പ്രാതിനിധ്യം കിട്ടുന്നുണ്ട്. എങ്കിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ ഏറ്റവും മാരകമായിട്ട് ബാധിക്കുന്നത് ഈ രണ്ട് സമുദായത്തിനും ഭീകരമായിട്ട് ബാധിക്കുന്നത്. മുസ്ലിം സമുദായത്തിന് ഈഴവ സമുദായത്തിന് ഏറ്റവും ഭീകരമായിട്ട് ബാധിക്കും. പിന്നെ OBC പിന്നോക്കാം. ഈ വിശ്വകർമ്മയ്ക്ക് 1% ഒക്കെ ഉള്ളതുകൊണ്ടേ അവർക്ക് ഇതിന്റെ അളവും ഭീകരത മനസ്സിലാവില്ല. പെട്ടെന്ന് ഇത്രത്തോളം മനസ്സിലാവില്ല. ഈ കുട്ടികൾ പെട്ടെന്ന് കുറേ കുട്ടികൾക്ക് ഇതിന്റെ പ്രശ്നം കിട്ടുമ്പോൾ തിരിച്ചടികൾ കിട്ടുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ ഇവര് നാളുകളിൽ ഐക്യപ്പെടുകയും ഇതിനൊരു പോരാട്ടം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം ഈ സിനിമയുടെ റിസൾട്ടും എനിക്ക് അങ്ങനെ കിട്ടുന്നു. കാണിച്ചിടങ്ങളിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് കുട്ടികൾ അത് സംഭവിക്കുന്നതാണ് ചേച്ചി പ്രതീക്ഷ. കേരളം കാത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ കേരളത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപക്ഷെ ഈ സാമുദായിക ഐക്യത്തിന് അല്ലെങ്കിൽ സാമുദായിക കർഷികളുടെ ഐക്യത്തിനാണ് സാധിക്കുള്ളൂ എന്ന് നമുക്ക് പറയേണ്ടി വരുന്നു. അല്ലെങ്കിൽ ആ ഒരു രാഷ്ട്രീയമാണ് ഈ സിനിമ മുന്നോട്ട് വെക്കുന്നത്. അതുപോലെ ശ്രീനാരായണ ദർശനവേദി മുന്നോട്ട് വെക്കുന്നത്, പ്രത്യേകിച്ച് പ്രശാന്ത് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രശാന്ത് ഒരു സ്ഥാനാർത്ഥിയാവുമെന്നുള്ളതാണ്. എന്താ അതിൻ്റെ കാര്യങ്ങൾ? അത് എത്രമാത്രം അത് മുന്നോട്ട് പോകുന്നു? അല്ലെങ്കിൽ നമ്മളൊക്കെ ഈ ഒരു രാഷ്ട്രീയത്തിൽ വലിയ പ്രാധാന്യമുള്ളതുകൊണ്ട് പ്രശാന്തിൻ്റെ ഒരു സ്ഥാനാർത്ഥിത്വം നമ്മളൊക്കെ ആഗ്രഹിക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ?
അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ട്. ശ്രീനാരായണ ദർശനവേദിയും ഉൾപ്പെടുന്ന പഴയ മാനവധർമ്മ കൂട്ടായ്മയൊക്കെ ഉണ്ട്, അതിൻ്റെയൊക്കെ നേതാക്കൾ ഉൾപ്പെടുന്ന ഇത്തരത്തിലുള്ള ഈഴവ ദളിത് പിന്നോക്ക മുസ്ലിം രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ സ്പേസ് ഉണ്ടാവുക എന്നുള്ളത് ഒരു പ്രാധാന്യമാണ്. അപ്പോൾ അത് നിലവിൽ ഇടതുപക്ഷത്തിൽ സാധ്യമല്ല. ഇപ്പോൾ ഇടതുപക്ഷവും കൂടി ഭാഗമായി ഇന്ത്യ മുന്നണി ഉണ്ടല്ലോ, രാഹുൽ ഗാന്ധിയൊക്കെ നയിക്കുന്ന ഇന്ത്യ മുന്നണിയുടെ ഭാഗമുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലെ CPM സവർണ്ണ സംവരണത്തിന് എതിരാണ്, നടപ്പിലാക്കിയിട്ടില്ല. പിന്നെ VT ബൽറാമിനെ പോലുള്ള നേതാക്കൾക്ക് ഒക്കെ സവർണ്ണ സംവരണത്തിന് UDF സംവിധാനത്തിൽ നിന്നിട്ട് എതിർക്കാൻ പറ്റുന്നുണ്ട്. അത് ഇപ്പോൾ CPI കാണിക്കുന്ന വഞ്ചനയെ ഒക്കെ അപേക്ഷിച്ചിട്ട് എത്രയോ പോസിറ്റീവാണ്. കാരണം അത് ശരിയല്ല എന്ന് പറയാൻ പറ്റുന്നുണ്ട്. ഈ സവർണ്ണ സംവരണം തെറ്റാണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റും. അപ്പം അങ്ങനെ വൈവിധ്യങ്ങൾക്കും വ്യത്യസ്ത വർത്തമാനങ്ങൾക്കുള്ള ഇടം UDF മുന്നണിയിലുണ്ട്. മുസ്ലിം ലീഗ് അതെ, അങ്ങനെ ചർച്ചയുണ്ട്. സ്ഥാനാർത്ഥി അതെ 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 അതെ. അപ്പൊ അതുപോലെ ഇപ്പൊ UDFന്റെ മുന്നണിയുടെ ഭാഗമുള്ള സവർണ്ണ സമരത്തിന് എതിർത്ത ലീഗ് ആകെ വോട്ട് ചെയ്തേക്കുന്ന മുസ്ലിം ലീഗാണ്. അപ്പോഴാണ് വെള്ളാപ്പള്ളി നടേശൻ, അത് ഈഴവ സമുദായത്തിലെ കുട്ടികൾക്കും കൂടി വേണ്ടിയിട്ടാണ് വേണമെങ്കിൽ അങ്ങനെയാണ് പറയാം. അത് മുസ്ലിം ലീഗ് വോട്ട് ചെയ്തേക്കണം, അവരുടെ ഭാഗ്യം കൂടി വേണ്ടിയിട്ടാണ്. എന്നിട്ട് ഞാൻ മുസ്ലിങ്ങൾക്കെതിരെ ലീഗിനെതിരെ തീർത്തും മുസ്ലിം വിരുദ്ധം മാത്രമാണ് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ലീഗ് UDF മുന്നണിയുടെ ഭാഗമാണ് കൃത്യമായ നിലപാടുള്ളത്. കാരണം അത് വേണമെങ്കിൽ മുസ്ലിം ലീഗിന് ഇനി ഈ ലോകാവസാനം വരെ അഭിമാനിക്കുക, ലോകാവസാനം വരെ അഭിമാനിക്കുക എന്നൊക്കെ പറഞ്ഞു പോലെയാണ്. കാരണം ഇങ്ങനത്തെ ഒരു ക്രൂരതര നിയമത്തിനെതിരെ എതിർത്ത് വോട്ട് ചെയ്തത് ലീഗ് മാത്രമാണ്, പിന്നെ OWൈസിയുടെ പാർട്ടി. അപ്പൊ ആ ലീഗ് UDFന്റെ ഭാഗമാണ്. അപ്പൊ അതിനുള്ള സാധ്യതകൾ അതിലെത്തില്ല. ഒരു ചർച്ച നടക്കുന്നുള്ളൊരു സത്യമാണ്. അത് എത്രത്തോളം ആവുമെന്നൊന്നും നമുക്ക് ഉറപ്പ് പറയാനില്ല. അങ്ങനെ ഒരു പൊളിറ്റിക്സ് അതിനകത്ത് വേണ്ടത്. ഈ പൊളിറ്റിക്സ് മുൻനിർത്തിയിട്ടേ നമ്മൾ അതിന് മുന്നോട്ടുണ്ടാവുള്ളൂ എന്ന് യാഥാർത്ഥ്യം അവർക്കും അറിയാം. സന്നിവാഷ് ഇത്തരത്തിലുള്ള പൊളിറ്റിക്സുകൾ ഉയർത്തുന്നത്. അപ്പോൾ അത് എന്താകുമെന്ന് പറഞ്ഞുകൂടാ. ദർശനവേദി, മാനവധർമ്മ കൂട്ടായ്മയും ഒരു ഈഴവ ദളിത് മുസ്ലിം ഒരു കൂട്ടായ്മ ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമയുമായിട്ടും അതോടൊപ്പം സിനിമയായിട്ട് പോയിട്ടുള്ള പല പല എല്ലാ അർത്ഥത്തിലുള്ള ഈ വിഷയം അത് പറയും. നമ്മുടെ ഈ ശ്രീനാരായണ ദർശനവേദിയുടെ ഗുരുമാനവീയം മതദ്വേഷത്തിനെതിരെ പരിപാടി നമ്മൾ ഉന്നയിച്ചത് സാമുദായിക സാഹോദര്യം നിലനിർത്താൻ ജാതി സെൻസസ് നടപ്പിലാക്കുക എന്നാണ്, പ്രഖ്യാപിക്കുക എന്നല്ല, നടപ്പിലാക്കുക. ഈ മുദ്രാവാക്യത്തോടെ നിൽക്കുന്ന ആരെയും നമ്മൾ പറഞ്ഞു ഇടതുപക്ഷക്കാരന് വന്നോട്ടെ നമ്മൾ ക്ഷണിക്കുമായിരുന്നു. അവർ ആരെയും നമ്മൾ ഒപ്പം കൂട്ടും. അതുപോലെ ഈ വിഷയം മുൻനിർത്തി ഉള്ള ആളുകളോടൊപ്പം നമ്മൾ ചേർന്ന്, അതായത് ഒരു കാപട്യത്തിന്റെ സാഹോദര്യ സമ്മേളനമല്ല അവിടെ നടന്നത്, സത്യസന്ധതയുടെ നേരിന്റെ സാഹോദര്യ സമ്മേളനം നടന്നത്. നമുക്ക് വിളിച്ചിരുത്താൻ പറ്റില്ല, NSSനെ വിളിച്ചിരുത്താൻ പറ്റില്ല. കാരണം എന്താണ്, അവരിതിനൊക്കെ എതിരാണ്. അല്ല, നമുക്കറിയാം വളരെ ഗൗരവമുള്ളൊരു വേദിയായിരുന്നു. അതുപോലെ ഓഡിയൻസ് ആണെങ്കിലും അതെ 4 മണിക്കൊക്കെ എത്തിയിട്ട് 9:30 വരെ അവിടെ അത് കണ്ടിരുന്നു. അവിടെ നിറയെ ആൾക്കാരായിരുന്നു, ആരും വിട്ടുപോയിരുന്നില്ല. അപ്പൊ ആ ഒരു രാഷ്ട്രീയത്തിന് ഏറെ പ്രാധാന്യമുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ട് പ്രശാന്തിന് മുന്നോട്ട് പോകാനാവട്ടെ. നിയമസഭയിൽ പ്രശാന്തിന് ശബ്ദം ഉയർന്നു കേൾക്കട്ടെ എന്ന് ആശംസിക്കുന്നു, ആഗ്രഹിക്കുന്നു. എല്ലാവിധ ആശംസകളും. വലിയ സന്തോഷം ഇതിൽ പരിപാടി പങ്കെടുക്കാനും സംസാരിക്കാനും പറ്റിയില്ല.